വചനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ നമുക്ക് ചേർന്ന് വരുവാനും അവിടുത്തെ സ്വർഗീയ തിരുവചനങ്ങളെ പങ്കിട്ടെടുക്കുവാനും ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ലവനായ ദൈവത്തിന് നന്ദി കരേറ്റാം, കർത്താവിനെ സ്തുതിക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരേ ഒരു വിഷയത്തിന്റെ വിവിധ ചിന്തകൾ നാം പങ്കിടുകയാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകതകൾ. ഒടുവിൽ നാം കേട്ടുകൊണ്ടിരുന്നത് അത് സമാധാനത്തിന്റെ ജീവിതമാണ് എന്നുള്ളതാണ്. അത് കണ്ടെത്തണം, അതിൽ നിറയണം, അത് അനുഭവിക്കണം, അത് പങ്കിടണം. സമാധാനം അനുഭവിക്കുന്നവരും സമാധാനത്തിന്റെ വക്താക്കളുമായി ലോകത്ത് ദൈവമക്കൾ വെളിപ്പെട്ടു വരുമ്പോൾ അവർ മുഖാന്തിരം സ്വർഗം ഭൂമിയിൽ വ്യക്തമായിട്ടും വെളിപ്പെട്ടു വരും. അതെ, സമാധാനപൂർണരായ മക്കൾ വസിക്കുന്നിടം സ്വർഗതുല്യമായ ഒരു അനുഭൂതി പങ്കിടുകയാണ്. അങ്ങനെ ഒരു കുടുംബം, അങ്ങനെ ഒരു സമൂഹം, അങ്ങനെ ഒരു സഭ ദൈവമക്കളെ സമാധാനത്തിന്റെ പൂർണ്ണതയിൽ നിറയുകയാണ്. ദൈവത്തിന്റെ പേരിൽ പോരടിക്കുകയും ദൈവത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുകയും ദൈവത്തിന്റെ പേരിൽ കൊല നടത്തുകയും ഒക്കെ ചെയ്യുന്നവർ ഒരിക്കലും ദൈവരാജ്യത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ വക്താക്കളല്ല. അവർ സമാധാനം അനുഭവിക്കുന്നില്ല, സമാധാനം കൊടുക്കുന്നില്ല. അവരുടെ ഉള്ളു പ്രക്ഷുബ്ധമാണ്. പ്രക്ഷുബ്ധമായ അന്തരംഗമുള്ള ഒരാൾക്കും ദൈവത്തെ അറിയില്ല. പകയും വിദ്വേഷവും കോപവും ഈർഷ്യതയും കൊലപാതക ചിന്തയും ഉള്ളിലുള്ള ഒരാൾക്കും ദൈവത്തെ അറിയില്ല. അവർക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തൊക്കെ അവകാശവാദങ്ങൾ അവർ ഉന്നയിച്ചാലും ശരി, അവർക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവം സമാധാനമാണ്. ദൈവത്തെ അറിയുന്നവരും സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ സമാധാനത്തിന്റെ വലിയ പൂർണ്ണതയെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നാം ക്രിസ്തീയ ജീവിതത്തിന്റെ മറ്റൊരു പ്രത്യേകത മനനം ചെയ്യുകയാണ്. അത് ക്രിസ്തീയ ജീവിതം സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ജീവിതമാണ് എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതം സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ജീവിതമാണ്. സമർപ്പണം എന്ന് പറയുമ്പോൾ തന്നവന് തിരികെ കൊടുക്കുന്നതാണ് സമർപ്പണം. എന്റെ ജീവിതം തന്നവന് എന്റെ ജീവിതത്തെ ഞാൻ തിരികെ കൊടുക്കുന്നതാണ് സമർപ്പണം. എനിക്ക് കണ്ണ് തന്നവന് എന്റെ കണ്ണുകളെ ഞാൻ തിരികെ കൊടുക്കുന്നതാണ് സമർപ്പണം. എനിക്ക് നാവ് തന്നവന് എന്റെ നാവിനെ ഞാൻ തിരികെ കൊടുക്കുന്നതാണ് സമർപ്പണം. എനിക്ക് ഉയിർ തന്നവന് എന്റെ ഉയിർ ഞാൻ തിരിച്ചു കൊടുക്കുന്നതാണ് സമർപ്പണം. അപ്പോൾ സമർപ്പണം എന്നതുകൊണ്ട് ദൈവത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് അത് വ്യക്തമായും വെളിപ്പെട്ടു വരികയാണ്. ദൈവത്തിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനവും ഒരു മനസ്സും നമുക്കുണ്ടാകണം. നമ്മുടെയൊക്കെ ജീവിതം സത്യമായിട്ടും ദൈവത്തിന്റെ ദാനമാണ്. ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോരോ പ്രത്യേകതകൾ കൊണ്ടാണ്. എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ ആരോഗ്യത്തോടെയല്ല, ഒരേ കഴിവുകളോടെയല്ല. എന്നാൽ ചിലർക്ക് ദൈവം ചില പ്രത്യേക സിദ്ധികളും കഴിവുകളും കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് പാടാനും, ചിലർക്ക് പറയാനും, ചിലർക്ക് പ്രവർത്തിക്കാനും, ചിലർക്ക് വരയ്ക്കാനും, ചിലർക്ക് നൃത്തം ചവിട്ടാനും, അതേസമയത്ത് വേറെ ചിലർക്ക് ആഴമേറിയ പരിജ്ഞാനവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കിട്ടിയതെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി പൂർണ്ണ സമർപ്പണത്തോടെ വിനിയോഗിക്കപ്പെടുമ്പോഴാണ് ആ വ്യക്തി പൂർണ്ണ സമർപ്പണത്തിലെത്തുന്നത്. എനിക്ക് കിട്ടിയത് എന്തും ഞാൻ എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് ദുർവിനിയോഗമാണ്. എനിക്ക് കിട്ടിയത് എന്തും ഞാൻ ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിക്കുന്നത് സമർപ്പണമാണ്. ഇന്ന് ലോകത്ത് ഒത്തിരി പേരുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ദൈവം അവർക്ക് കൊടുത്ത എല്ലാ വരദാനങ്ങളും അവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു, ദൈവത്തോട് ശത്രുത്വവും വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ്. ദൈവം തന്ന ദാനങ്ങളെ വെച്ച് ദൈവത്തെ പരിഹസിക്കുന്നവരായി ആളുകൾ മാറുകയാണ്. ഇത് വലിയൊരു അപകടമാണ്, അനർത്ഥവുമാണ്. എന്റെ ദൈവം എനിക്ക് തന്നതെല്ലാം ഞാൻ എന്റെ ദൈവത്തിന് അർപ്പണം ചെയ്യുമ്പോഴാണ് ഞാൻ സമ്പൂർണ്ണ സമർപ്പണത്തിന് എന്നെ തന്നെ ഒരുക്കുന്നത്. സർവവും ഞാൻ എന്റെ കർത്താവിനായി സമർപ്പിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ടല്ലോ. അത് പാടിയയാൾ ഒരുപക്ഷെ, അത് ആദ്യമായി അത് എഴുതി പാടിയയാൾ ഒരുപക്ഷെ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതും പാടിയതുമാകും. ഏറ്റുപാടിയവർക്കൊക്കെ ആ വരികളുടെ ഈണവും ഇമ്പവും എന്നതിനപ്പുറത്ത് സമർപ്പണത്തിന്റെ കണികയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ട, അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, സമ്പൂർണമായ സമർപ്പണം.
ഓർക്കുക, റോമാലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനോട് സമർപ്പണത്തിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ചുകൊണ്ടാണ്. ദൈവം എത്രമാത്രം നിങ്ങളോട് മനസ്സലിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. ദൈവത്തിന്റെ മനസ്സലിവ് ഇപ്പോഴും നമ്മുടെ മേൽ ഉള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ ഓർപ്പിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് യാഗം കഴിക്കണം. എന്ത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് വചനം എന്താ പറയുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളാകുന്നു അഥവാ ആലയങ്ങളാകുന്നു എന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? 17-ാം തിരുവചനം, ദൈവത്തിന്റെ ആലയം ആകുന്ന നിങ്ങളുടെ ശരീരത്തെ പാപത്താൽ നശിപ്പിക്കരുത്. നശിപ്പിച്ചാൽ ദൈവം നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ ദൈവം തനിക്ക് വസിക്കുവാൻ സ്വന്തം കൈകൊണ്ട് മെനഞ്ഞെടുത്ത ആലയമാണ് മനുഷ്യൻ. അത്രമാത്രം വിലപ്പെട്ടവനാണ് മനുഷ്യൻ. ശരിക്കും ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള ദൈവാലയമാണ് മനുഷ്യൻ. അതുതന്നെ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളാകുന്നുവെന്നും നിങ്ങൾ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? മശീഹായുടെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ പരിശുദ്ധാത്മാവ് അധിവാസം കൊള്ളുന്ന, പരിശുദ്ധാത്മാവാൻ ദൈവം അധിവാസം കൊള്ളുന്ന സാക്ഷാൽ ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള ആലയമാണ് നമ്മളെന്ന് അവിടെയും അടിവരയിടുകയാണ് ഈ ശരീരം. ഇതിനെ മദ്യപാനത്തിനോ വെറിക്കൂത്തിനോ വ്യഭിചാരത്തിനോ അഹങ്കാരത്തിനോ നിഗളത്തിനോ മത്സരത്തിനോ ആഡംബരത്തിനോ സുഖലോലുപതയ്ക്കോ അല്ല വിനിയോഗിക്കേണ്ടത്. ദൈവാധിവാസത്തിന് യോഗ്യമാം വണ്ണം വിശുദ്ധിയോടെ ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. വീണ്ടും 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14, 15, 16 തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തുന്നത് നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളല്ലോ എന്നാണ്. ഈ 3 ഭാഗങ്ങളിലും ഒരുപോലെ പരാമർശിക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയങ്ങളാണ്. ഈ ആലയങ്ങളെ ദൈവത്തിന് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവാനാണ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സമ്പൂർണമായ ഒരു സമർപ്പണമാണ് ഇവിടെ അന്വേഷിക്കുന്നത്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്ന ശരീരത്തെ കളങ്കപ്പെടുത്താതെ, ജഡത്തിന് വിട്ടുകൊടുക്കാതെ, ജഡ ഇമ്പങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, ജഡത്തിന് അനുരൂപമായി ഈ ലോകത്ത് ബന്ധിച്ച് തകർത്തു കളയാതെ എല്ലാം പൂർണ്ണമാക്കുന്ന ദാതാവായ ദൈവത്തിന് സമർപ്പണം ചെയ്യുവാനാണ് ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധിയോടെ ദൈവത്തിന് സമർപ്പിക്കുക, കളങ്കരഹിതമായി സമർപ്പിക്കുക, അവിടുത്തെ വാസത്തിന് പാത്രമായി സമർപ്പിക്കുക, അവിടുത്തെ പ്രവർത്തനത്തിന് കേന്ദ്രമായി സമർപ്പിക്കുക, അല്ലെങ്കിൽ ഉപയുക്തമായ ആയുധമായി സമർപ്പിക്കുക നമ്മുടെ ശരീരങ്ങളെ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, എല്ലാം ദൈവത്തിന് ദാതാവിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. നമ്മുടെ കണ്ണ്, നമ്മുടെ കാഴ്ച. പ്രിയപ്പെട്ടവരെ, ലോകത്തൊരുപക്ഷെ ഒത്തിരി പേർക്ക് കണ്ണുകളില്ല, അതുകൊണ്ട് അവർക്ക് കാഴ്ചയുമില്ല. അവർ ഒന്നും കണ്ടിട്ടില്ല, സ്വയത്തെ കണ്ടിട്ടില്ല, അവരുടെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ പ്രകൃതിയെയോ പ്രപഞ്ചത്തെയോ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ നമ്മളോ എല്ലാം കാണുന്നവരും എല്ലാം ആസ്വദിക്കുന്നവരുമാണ്. ഈ കണ്ണുകൾ നാം എന്തിനു വിനിയോഗിക്കുന്നു? ഈ ലോകത്തിന്റെ ഇമ്പങ്ങളെ, ലോകസുഖങ്ങളെ, ജഡീക ആസക്തികളെ, ഒരുപക്ഷെ നമ്മുടെ ശരീരമാകുന്ന ഈ ദൈവാലയത്തെ മലിനപ്പെടുത്തുന്ന പാപമംഗലമായ ഒരുപാട് ആസക്തികളെ നുകർന്നെടുക്കാൻ നമ്മുടെ കണ്ണുകളെ നാം വിനിയോഗിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രയോജനപ്പെടുന്നില്ല. ദൈവനാമത്തിൽ നന്മ കാണുവാൻ, വേദനിക്കുന്നവരെ കാണുവാൻ, തകർന്നവരെ കാണുവാൻ കർത്താവ് തന്റെ കണ്ണുകൊണ്ട് നോക്കി തകർന്ന ജീവിതങ്ങളെ കണ്ടിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്നതുപോലെ നമ്മുടെ കണ്ണുകൾ കർത്താവിനെ ഏൽപ്പിച്ചാൽ നമ്മുടെ കണ്ണുകൊണ്ട് കർത്താവ് തകർന്ന ജീവിതങ്ങളെ കാണുകയും നമ്മുടെ കൈകളിലൂടെ കർത്താവ് തകർന്ന ജീവിതങ്ങളെ പണിയുകയും ചെയ്യും. കർത്താവിന് സമർപ്പിക്കപ്പെട്ട വ്യക്തി മുഴുവനും കർത്താവിന് പ്രയോജനപ്പെടുന്നു. കർത്താവിന് സമർപ്പിക്കപ്പെടാത്ത വ്യക്തി കർത്താവിന് വലിയ ഭാരവും നൊമ്പരവും കൊടുക്കുന്നു.
നമ്മുടെ ജീവിതം കർത്താവിന് പ്രയോജനപ്പെടുന്നുവോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, കുറച്ചൊക്കെ പ്രയോജനപ്പെടുന്നു എന്നാകും ഒരുപക്ഷെ നമ്മുടെ മറുപടി. സമ്പൂർണ്ണ സമർപ്പണമാണ് ഇവിടെ ചോദിക്കുന്നത്. പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. എന്റേതായി എന്തെങ്കിലുമൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് കർത്താവിന് കുറെയൊക്കെ കൊടുക്കുന്നതല്ല. എന്നെ പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിക്കണം. എന്റെ കഴിവുകളെല്ലാം കർത്താവിന്റെ നാമമഹത്വത്തിനായി വിനിയോഗിക്കപ്പെടണം. എന്റെ സാമർഥ്യം മുഴുവനും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി വിനിയോഗിക്കപ്പെടണം. എന്റെ അറിവ് മുഴുവനും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി വിനിയോഗിക്കപ്പെടണം. അതുപോലെ ദൈവം എനിക്ക് തന്ന സാധ്യതകളും എനിക്ക് തന്ന സാഹചര്യങ്ങളും ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിക്കപ്പെടണം. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്, വളരെ അപൂർവമാണെന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ തട്ടിയും മുട്ടിയും നിന്ന് പോകുന്ന ഒത്തിരി പേരുണ്ട്. കൂട്ടത്തിൽ നമ്മളും പെട്ടേക്കും. എന്നാൽ കർത്താവ് ചോദിക്കുന്നത് ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ്. അത് സംബന്ധിച്ച് പറയുമ്പോൾ എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് ആളുകൾ ഉടനെ ചോദിച്ചേക്കും. ശരിയായ സമർപ്പണം വിശുദ്ധ കന്യകമറിയാമിൽ കാണുവാൻ സാധിക്കും. കർത്താവിന്റെ അമ്മ, ദൈവത്തിന്റെ മാലാഖ ഇറങ്ങി നിന്ന് ഈ നിർമ്മലയായ കന്യകയോട് പറയുന്നു, നീ ദൈവപുത്രന്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. പ്രിയപ്പെട്ടവരെ, ആ കന്യക ആശങ്കയോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ ഇത് എങ്ങനെ സംഭവിക്കും? അവൾ ചോദിച്ചത് ഒരു സത്യമായ കാര്യമാണ്. കാരണം പ്രപഞ്ചത്തിൽ ഒരിക്കലും പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീ അമ്മയായിട്ടില്ല. അപ്പോൾ ദൈവത്തിന്റെ മാലാഖയുടെ മറുപടി പുരുഷനാലല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീ പ്രസവിപ്പാൻ പോകുന്നത് മനുഷ്യന്റെ സന്തതിയല്ല, ദൈവപുത്രനെയാണ്. അവളുടെ ഉള്ളത് നന്നായിട്ടൊന്ന് പിടഞ്ഞു. യെശയ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയതുമോൾ കഴിഞ്ഞ നാളിൽ വായിച്ചതുമായ ഒരു വലിയ മർമ്മം അവളുടെ ഉള്ളിൽ തീ കത്തും പോലെ തെളിഞ്ഞു വന്നു. കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും. ആ ചിന്ത അവളുടെ ഉള്ളത്തിൽ വല്ലാതെ അലയടിച്ചുയർന്നു. BC 8-ാം നൂറ്റാണ്ടിൽ ലോകത്ത് ജീവിച്ചിരുന്ന മഹത്വമുള്ള പ്രവാചകനായി യെശയ്യാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത ആ വിലപ്പെട്ട മർമ്മം വെളിവാകുവാൻ സമയമായിരിക്കുന്നു. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കാൻ സമയമായിരിക്കുന്നു. ആ കന്യക താനാണ്. ദൈവം അതിനെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ദൂതറിയിക്കാനാണ് ഈ മാലാഖയെ അയച്ചിരിക്കുന്നത്. ഈ പരിജ്ഞാനം ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞപ്പോൾ അവൾ മുട്ടുമടക്കി. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിന്റെ 38-ാമത്തെ തിരുവചനം. കന്യകയുടെ നാവിൽ നിന്ന് പൊഴിഞ്ഞു വീണ വാക്ക് കേൾക്കുക. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതൊരു സമ്പൂർണ്ണ സമർപ്പണമാണ്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ദാസൻ അഥവാ ദാസി എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മളറിയണം. ദാസൻ അഥവാ ദാസി എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം അടിമ എന്നാണ്. ഇതാ ഞാൻ കർത്താവിന്റെ അടിമ. പ്രിയപ്പെട്ടവരെ, തമിഴ് വേദപുസ്തകത്തിൽ ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണത്രേ: ഇതാ ഞാൻ ആണ്ടവർക്ക് അടിമൈ. ഞാൻ കർത്താവിന്റെ അടിമയാണ്. അടിമ എന്ന് വെച്ചാൽ അത് മൃഗത്തെക്കാൾ താഴെയുള്ള ഒരു സ്ഥാനമാണ്. ഒരുപക്ഷെ വീട്ടിലെ വളർത്തുമൃഗത്തിനൊരു ഓമനപ്പേരുണ്ടായേക്കാം. അടിമയ്ക്ക് ഒരു പേര് പോലുമില്ല, നമ്പറാണ്. ഇത്രാം നമ്പർ അടിമ. ഇനി എനിക്ക് സ്വന്തമായി ഇച്ഛകളില്ല, ഞാൻ അടിമയാണ്. ഇനി എനിക്ക് സ്വന്തമായി സ്വപ്നങ്ങളില്ല, ഞാൻ അടിമയാണ്. എനിക്ക് വേണ്ടി അവിടുന്ന് യജമാനൻ സ്വപ്നം കണ്ടാൽ മതി. എനിക്ക് വേണ്ടി യജമാനൻ ആശിച്ചാൽ മതി. ഇനി എനിക്ക് സ്വന്തമായി യാതൊരു താല്പര്യങ്ങളുമില്ല, ഞാൻ അടിമയാണ്. എനിക്ക് വേണ്ടി യജമാനൻ താല്പര്യപ്പെട്ടാൽ മതി. എന്താണോ യജമാനൻ താല്പര്യപ്പെടുന്നത് അത് അങ്ങനെ തന്നെ ഞാൻ ഏറ്റെടുക്കും. അത് കഷ്ടതയാണെങ്കിൽ, അത് പട്ടിണിയാണെങ്കിൽ, അത് ദുരിതമാണെങ്കിൽ, അത് ദീർഘയാത്രയാണെങ്കിൽ, അത് അപമാനമാണെങ്കിൽ, അത് വേട്ടയാടപ്പെടലുകളാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കും. എനിക്ക് പരാതികളുണ്ടാകില്ല. അടിമയ്ക്കുള്ളൊരു പ്രത്യേകത, ജീവിതത്തിൽ ഒരിക്കലും പരാതിപ്പെടുന്നില്ല. അടിമയെല്ലാം സഹിക്കുന്നു. ഉടമയ്ക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് അടിമ. എത്ര വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും പരാതിപ്പെടില്ല അടിമ. അടിമയ്ക്ക് അതിന് അവകാശമില്ല. ഉള്ളിൽ നൊമ്പരമുണ്ടെങ്കിലും പൂർണ്ണമായും കർത്താവിന് സമർപ്പണം ചെയ്ത കന്യകമറിയാമമ്മ ഒരു പരാതിയും കൂടാതെയാണ് തന്റെ ജീവിതാവസാനം വരെ കർത്തൃപദ്ധതിക്ക് തന്നെ പൂർണ്ണമായും വിധേയപ്പെടുത്തിയത്. പിന്നീട് അങ്ങോട്ട് ആ ജീവിതം സംഭവ ബഹുലമായിരുന്നു.
ഒത്തിരി വേട്ടയാടപ്പെടലുകളുണ്ടായി. അവിഹിത ഗർഭമെന്ന മുദ്ര കുത്തപ്പെട്ടു. ഭർത്താവ് ഉപേക്ഷിക്കുമെന്ന ആശങ്കയുണ്ടായി. ദൈവദൂതൻ ഇടപെട്ടിട്ട് അദ്ദേഹം അവളെ ചേർത്തുകൊണ്ടു. അപ്പോൾ യഹൂദമതത്തിലെ ഒരുപാട് അന്വേഷണങ്ങളും പരിശോധനകളും മറ്റും നേരിടേണ്ടി വന്നു. നിറവയറുമായി ബേത്ലഹേമോളം യാത്ര ചെയ്യേണ്ടി വന്നു. കടിഞ്ഞൂൽ പ്രസവത്തിന്റെ ഈറ്റുനോവ് ആരംഭിച്ചിട്ട് അല്പം ഒരു ഇടം കിട്ടാതെ ഒരു രാത്രി മുഴുവൻ അലഞ്ഞു തിരിയേണ്ടി വന്നു. ഒരു സത്രത്തിലും ഇടം കിട്ടാതെ അവസാനം പശുത്തൊട്ടിയിൽ പെരുവഴിയോരത്ത് തന്റെ പുത്രന് ജന്മം കൊടുക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കണം, ഒരു പരാതിയും ജീവിതത്തിലുണ്ടായില്ല. സമ്പൂർണ്ണ സമർപ്പണം എടുത്ത ഒരു ദൈവമക്കളുടെ ജീവിതം ദൈവപദ്ധതി നടപ്പിലാക്കാനുള്ളതാണ്. ഒരു പരാതിയും അവർക്ക് പറയാനുണ്ടാകില്ല. പരാതി പറയുന്നവർ സമർപ്പണമെടുക്കാത്തവരാണ്. കാരണം അവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തെ ഉപയോഗിക്കുന്നത്. സമർപ്പണമെടുത്തവർ ദൈവത്തിന് വേണ്ടി അവരുടെ ജീവിതം ഉപയോഗിക്കുകയാണ്. വ്യത്യാസം മനസ്സിലായോ? സമർപ്പണമെടുക്കാത്തവർ ദൈവത്തെ തങ്ങളുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കുമ്പോൾ, സമർപ്പണമെടുത്തവർ തങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കുന്നു. ഇതാണ് സമർപ്പണമെടുത്തവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. കന്യാമറിയത്തിന്റെ ജീവിതം പൂർണ്ണമായും ദൈവ പദ്ധതിക്ക് സമർപ്പിക്കപ്പെട്ടതായി. ഒടുവിൽ ഈറ്റുനോവിന്റെ വേദന മാറും മുമ്പ് കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന അവസ്ഥ. പരാതിപ്പെട്ടില്ല. തിരിച്ചു വരുമ്പോൾ ഹെരോദാവ് മരിച്ചു എന്നറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവന്റെ മകൻ അർക്കലേവോസ് നാടുവാഴുന്നു എന്ന് കേട്ടിട്ട് വഴിമാറി നസ്രയത്തിൽ പോയി പാർത്തപ്പോൾ ഒരു തച്ചന്റെ പണിപ്പുരയിൽ തച്ചന്റെ മകനായി ദൈവപുത്രൻ വളരുന്നു കാണുമ്പോഴുള്ള മാനസിക ഭാരം. പക്ഷെ പരാതിപ്പെട്ടില്ല. 30ാമത്തെ വയസ്സിൽ ഈ മകൻ വീട് വിട്ടുപോയിട്ട് പിന്നെ അവൻ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചപ്പോൾ തനിക്ക് തന്റെ മകനെ കൈവിട്ടുപോയി. പക്ഷേ അവൾ ഒരിക്കലും പരാതിപ്പെട്ടില്ല. അപ്പോഴൊക്കെ പറഞ്ഞ്, ഞാൻ കർത്താവിന്റെ ദാസിയാണ്, ഇത് തമ്പുരാന്റെ ഹിതമാണ്, എന്റെ ജീവിതം തമ്പുരാന്റെ പദ്ധതിയുടെ വിജയത്തിനു വേണ്ടിയുള്ളതാണ്, ഞാനും. അതുകൊണ്ട് ദൈവം എനിക്ക് എന്തു തന്നു എന്നല്ല, ഞാൻ ദൈവത്തിന് എന്തു കൊടുത്തു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. പ്രിയപ്പെട്ടവർ, സമർപ്പണത്തിന്റെ മാനം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമോ? ദൈവം എനിക്ക് എന്തു തന്നു എന്നല്ല, ഞാൻ ദൈവത്തിന് എന്തു കൊടുത്തു എന്നതാണ് സമർപ്പണമെടുത്തവരുടെ ധ്യാനം. കന്യക മാതാവ് അത് തന്നെ തന്റെ ജീവിതത്തിൽ കൊടുത്തു. പൂർണ്ണമായും തന്നെ തന്റെ ജീവിതത്തെ, തന്റെ എല്ലാ സാധ്യതകളെയും തന്റെ എല്ലാ കഴിവുകളെയും കർത്താവിന്റെ പദ്ധതിയുടെ വിജയത്തിനായിട്ട് സമർപ്പിച്ചു. ഇങ്ങനെയൊരു സമർപ്പണമാണ് സമ്പൂർണ്ണ സമർപ്പണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ഈഗോ, നമ്മുടെ സ്വാർത്ഥത, ഞാനെന്ന ഭാവം, അത് പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഈ സമ്പൂർണ്ണ സമർപ്പണത്തിൽ നമ്മെ പിന്നോട്ട് വലിക്കുകയാണ്. എന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ, എന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം വേണ്ടവണ്ണം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന് എന്നെ കൊണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്കത് പറ്റില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും. ദൈവം തന്നതല്ലേ ഇതൊക്കെ? ഒരു നിമിഷമൊന്ന് നനച്ചാൽ ഈ എനിക്കുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നത് എന്തും എന്റെ ദൈവം എനിക്ക് തന്നതല്ലേ? ഞാനിരുന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് എന്തൊക്കെ ഓർത്തെടുക്കേണ്ടി വരും. ജീവിക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ട് എറണാകുളം ജില്ലയിൽ നിന്ന് വയനാട് ജില്ലയിലേക്ക് 75 ആണ്ടുകൾക്ക് മുമ്പ് കുടിയേറി പാർത്ത ഒരു കർഷകന്റെ കുടുംബം. 6 മക്കളെയും കൊണ്ട് അപ്പനും അമ്മയും അവിടെ ചെന്നിട്ട് അതിൽ 2 മക്കൾ തലേന്നും പിറ്റേന്നും മലേറിയ വന്ന് മരിച്ച് ബാക്കി 4 മക്കളെയും കൊണ്ട് കൊടുങ്കാടിന്റെ നടുവിൽ ജീവിതം ഇഞ്ചിഞ്ചായി ഇഴഞ്ഞു നീങ്ങിയ നാളുകൾ. മരം കോച്ചുന്ന തണുപ്പ്, രക്തമൂറ്റിക്കുടിക്കുന്ന അട്ടകൾ, കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം, കൃഷി വളരെ ദുഷ്കരം, കാലാവസ്ഥ അതിനേക്കാൾ ദുഷ്കരം. ഈ പോരാട്ട പരമ്പരകളുടെ മധ്യത്തിൽ പ്രിയപ്പെട്ടവരെ അവിടുത്തെ 2ാമത്തെ തലമുറയായി ആ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും മധ്യത്തിൽ പിറന്നു വീണ ഒരു ബാല്യകാലം. തിരിഞ്ഞു നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഓർത്തെടുത്തു വയ്ക്കാൻ നല്ല സന്തോഷകരമായ സാഹചര്യങ്ങളോ ആനന്ദകരമായ ചിന്തകളോ ചിത്രങ്ങളോ ഒന്നും ഒരുപക്ഷെ ബാല്യകാല സ്മരണകളിലില്ല. കുറേയധികം കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും നൊമ്പരങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ, കുറെ കുറ്റപ്പെടുത്തലുകളും സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും ഒക്കെയാണ് ബാല്യകാല സ്മരണകൾ. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. ഈ നാവിൽ ഈ കൃപകളെ നിറച്ചുവെച്ച ഒരു ദൈവമുണ്ട്. ദൈവത്തോടുള്ള അദമ്യ സ്നേഹവും അതുമൂലം ദൈവ മക്കളോടുള്ള സ്നേഹവും ഹൃദയത്തിന്റെ കോണുകളിൽ എവിടെയോ കുത്തി നിറച്ചു വെച്ച ദൈവത്തിന്റെ ആ വലിയ കരുതലുണ്ട്.
എന്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു നിയോഗം എന്റെ ദൈവം വെച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കാനുള്ള തീരുമാനം, ദൈവത്തിന് വേണ്ടി സംസാരിക്കാനുള്ള തീരുമാനം, ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ ആദായപ്പെടുത്തുവാനുള്ള തീരുമാനം, ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി വചനത്തിന്റെ ശുശ്രൂഷ കൊണ്ട് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനുള്ളതായ ഉത്തരവാദിത്വം, അത് ഏറ്റെടുക്കുവാനിട വന്നത് കർത്താവ് എന്നെ കണ്ടു. അവൻ എന്റെ ഇല്ലായ്മ കണ്ടു, വല്ലായ്മ കണ്ടു, അവൻ എന്റെ ജീവിതത്തിന്റെ കുറവുകൾ കണ്ടു, അതിന്റെ മധ്യത്തിലും അവൻ കൃപയെ കുത്തി നിറച്ചു എന്ന ആ ഒരു ബോധ്യമാണ്. ദൈവം ജീവിതത്തിൽ എന്തുമാത്രം കൃപകളെ വർഷിച്ച എത്രയോ പേർ അവരുടെ കൃപകൾ, അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അവരുടെ വരദാനങ്ങളെല്ലാം തമസ്കരിച്ചു കളഞ്ഞില്ലേ? അത് ദൈവത്തിന് ഒട്ടും പ്രയോജനപ്പെടുത്താതെ തങ്ങളുടെ കാര്യലാഭത്തിനു വേണ്ടി വകതിരിച്ചു വിട്ടില്ലേ? തെറ്റായിപ്പോയി. ക്രിസ്തീയ ജീവിതം സമർപ്പണത്തിന്റെ ജീവിതമാണ്. ഞാൻ പൂർണ്ണ സമർപ്പണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അത് ഈ ആയുസ്സിൽ കഴിയുമോ എന്ന് വലിയൊരു ആശങ്ക എന്നെ എപ്പോഴും ഭരിക്കാറുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവിതം സമർപ്പണത്തിനുള്ളതാണ്. അങ്ങനെ സമർപ്പണത്തിന്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അവർ മാത്രമാണ് ക്രിസ്ത്യാനികൾ. തിരിച്ചറിയണം. സമ്പൂർണ്ണ സമർപ്പണം എന്ന അർത്ഥമാക്കുമ്പോൾ വീണ്ടും ആ ദൈവാലയത്തിലേക്ക് ഒരു നിമിഷം നമുക്ക് ചെന്നെത്താതെ പറ്റില്ല. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായി ഭൂമിയിൽ സഞ്ചരിക്കുന്ന കാലം യേശുക്രിസ്തു അവൻ തന്റെ ശിഷ്യരോടൊപ്പം ഒരു നാളിൽ ജെറുസലേം ദേവാലയത്തിലെ ശ്രീഭണ്ഡാരത്തിനരികിൽ ഇരിക്കുകയാണ്. ദൈവാലയ ഭണ്ഡാരത്തിൽ ഒരുപാട് ആളുകൾ വഴിപാട് സമർപ്പിക്കുന്നത് യേശു കണ്ടു. ചിലർ സ്വർണ്ണനാണയങ്ങൾ വാരിയിട്ടു. വാരിയിടുന്നതിനൊരു ഉദ്ദേശമുണ്ട്, ദൈവം കാണണമെന്നല്ല. ചുറ്റും നിൽക്കുന്നവരൊക്കെ എന്റെ അർപ്പണത്തെ കണ്ടിട്ട് എനിക്ക് വിലയിടണം. ചിലർ വെള്ളി നാണയങ്ങൾ വാരിയിട്ടു. മറ്റുള്ളവരെ കാണിക്കാനാണ് ഈ അർപ്പണങ്ങളൊക്കെ. ഇന്നും ഒരുപാട് അർപ്പണങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾ അന്നത്തേക്കാൾ കൂടുതൽ ഇന്നാണുള്ളത്. മറ്റ് തങ്ങളുടെ പേര് പ്രശസ്തമാകാൻ, നാലാൾ അറിയാൻ, നാലുപേരുടെ മുമ്പിൽ അംഗീകാരം കിട്ടാൻ വാരി വിതറുന്നവർ. അതൊന്നും ദൈവം സ്വീകരിക്കുന്നില്ല. ദൈവം അതിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല, അംഗീകരിക്കപ്പെടുന്നുമില്ല ഈ വഴിപാടുകൾ. ചില മടിശീലയഴിച്ച് കുടഞ്ഞിട്ടു. കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. ഈ വഴിപാടർപ്പിക്കപ്പെടുന്ന ശ്രീഭണ്ഡാരത്തിന്റെ ഉടമയാണായിരിക്കുന്നവൻ. ഇവിടെ അർപ്പിക്കുന്ന സകല വഴിപാടുകളും സ്വീകരിച്ച് അതിൽ പ്രസാദിക്കുന്നവനാണായിരിക്കുന്നവൻ യേശു. അവന്റെ ആലയമാണിത്. ഒടുവിലതാ ഒരു പാവപ്പെട്ട വിധവ, ഭർത്താവില്ലാത്തവൾ, അത്താഴപ്പട്ടിണിക്കാരി, അഷ്ടയ്ക്ക് മുട്ടുള്ളവൾ, പിഞ്ഞിക്കീറിയ വസ്ത്രം ധരിച്ചവൾ മുൻപോട്ട് വന്നവളുടെ മടിശീല അഴിച്ചു. അവളവളുടെ മടിശീലയിൽ വല്ലാതെ പരതി നോക്കി. പലവട്ടം കൈ തട്ടിക്കുടഞ്ഞ് പരിശോധിച്ചിട്ടും കാര്യമായി ഒന്നും തടയുന്നില്ല. ഒടുവിൽ 2 ചില്ലിക്കാശ്. ചില്ലിക്കാശെന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 2 10 പൈസ തൊട്ട്. 10 പൈസയ്ക്ക് ഇന്നും ഒരു വിലയുമില്ലല്ലോ. അത് മാർക്കറ്റിലില്ല. ഈ 2 ചില്ലിക്കാശ് ആരും കാണാതെ കയ്യിൽ ഒതുക്കിപ്പിടിച്ചവൾ ശ്രീഭണ്ഡാരത്തിൽ അർപ്പിച്ചപ്പോൾ അത് കാണേണ്ടവൻ കണ്ടു. യേശുക്രിസ്തു അപ്പോൾ നാവെടുത്ത് തന്റെ ശിഷ്യരോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം ഈ ശ്രീഭണ്ഡാരത്തിൽ വഴിപാടർപ്പിച്ചവരിൽ ഏറ്റവും അധികം വഴിപാടർപ്പിച്ചത് ഈ വിധവയാണ്. കാരണവും കൂടെ കർത്താവ് പറഞ്ഞു. എല്ലാവരും അവരുടെ സമ്പൽ സമൃദ്ധിയിൽ നിന്ന് മിച്ചം വന്ന വലിയ തുകയിൽ ഒരു ചെറിയ പങ്ക് വലിയ കാര്യം ചെയ്യുന്നു എന്ന ഭാവേന അഹങ്കാര ചിത്തരായി അർപ്പിച്ചപ്പോൾ ഈ വിധവയോ അവളുടെ അത്താഴത്തിനുള്ള വക കൂടെ അതുപോലും മിച്ചം വയ്ക്കാതെ ഇന്ന് പട്ടിണി കിടക്കണം എന്ന് തന്നെ തീരുമാനിച്ചിട്ട് തന്റെ കയ്യിലുള്ളത് മുഴുവനും ദൈവത്തിന് കൊടുത്തു. പൂർണ്ണ സമർപ്പണം. ഈ വിധവയുടെ ചില്ലിക്കാശിനെ കുറിച്ച് യേശു പറഞ്ഞ വാക്ക് കേട്ടതു മുതൽ ലോകത്തുള്ള സകല ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് മലയാളി ക്രിസ്ത്യാനികൾക്ക് ഒരു വലിയ ബോധ്യമുണ്ടായി. കർത്താവ് പ്രസാദിക്കുന്നത് ചില്ലിക്കാശ് കൊടുക്കുന്നവരിലാണ്. അതുകൊണ്ട് ദൈവത്തിന് വല്ലതും കൊടുക്കുന്നെങ്കിൽ ചില്ലറയായിട്ട് കൊടുക്കണം. പള്ളിയിൽ പോകുമ്പോൾ ആളുകൾ ചില്ലറ തൊട്ട് അന്വേഷിക്കും. യോഗത്തിന് പോകുമ്പോൾ ആളുകൾ ചില്ലറ തൊട്ട് അന്വേഷിക്കും. ഈ കിളിയിലെ കിളിങ്ങുന്ന ചില്ലറത്തൊട്ട് അർപ്പിച്ചാൽ മാത്രമേ ദൈവം പ്രസാദിക്കൂ എന്ന് പാവം ആളുകൾക്ക് ചിന്ത മനസ്സിൽ തട്ടിപ്പോയി. ദൈവമക്കളെ, എന്തൊരബദ്ധമാണത്! വിധവ ചില്ലിക്കാശ് അർപ്പിച്ചതുകൊണ്ടല്ല കർത്താവ് അവളിൽ പ്രസാദിച്ചത്. അവൾ തന്റെ മടിശീല ഉണ്ടായിരുന്നത് മുഴുവനും അത്താഴത്തിനുള്ള വക കൂടെ അർപ്പിച്ചതുകൊണ്ടാണ് പ്രസാദിച്ചത്. അങ്ങനെ അർപ്പിക്കുന്നവരിലാണ് ദൈവം ഇന്നും പ്രസാദിക്കുന്നത്. എങ്ങനെ? അത്താഴത്തിനുള്ള വക പോലും മിച്ചം വയ്ക്കാതെ ഉള്ളത് മുഴുവനും അർപ്പിക്കുന്നവരിൽ. അങ്ങനെ ആരെങ്കിലും അർപ്പിക്കുമോ? ആർക്കെങ്കിലും ദൈവത്തിന്റെ പ്രസാദം കിട്ടുമോ? ചില്ലറ കൊടുത്ത് ദൈവത്തെ കീശയിലാക്കാമെന്ന് ആരെങ്കിലുമൊക്കെ നനച്ചെങ്കിൽ അത് അബദ്ധം പറ്റിപ്പോയതാണ്.
സമ്പൂർണമായൊരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കർത്താവ് നമ്മളെ മാടി വിളിക്കുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം കർത്താവിന്റെ കൃപയുടെ തണലിൽ നമ്മെ ചേർത്തിരുത്തിയിട്ട് സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് കർത്താവ് പറഞ്ഞു വെച്ചപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമുക്കുള്ളതായ സാഹചര്യങ്ങൾ, ദൈവം നമുക്ക് തന്ന ജോലി, നമ്മുടെ മക്കൾക്ക് തന്ന ജോലി, നമ്മുടെ സൗകര്യങ്ങൾ എല്ലാം, നമ്മുടെ സാധ്യതകളെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി സമർപ്പണം ചെയ്യുവാൻ നമ്മെ വിളിക്കുകയാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. ആ ഒരു സമർപ്പണത്തിന് നമുക്ക് ഭാഗ്യമുണ്ടായാൽ നമ്മുടെ ജീവിതം ധന്യമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ അനുഗ്രഹീത നാളിൽ അവിടുന്ന് ഞങ്ങളെ സന്ദർശിച്ചിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തട്ടി സംസാരിച്ചല്ലോ. ഞങ്ങൾക്ക് അവിടുന്ന് തന്നതല്ലാതെ ഒന്നും അവകാശപ്പെടാനില്ല. ഒന്നും ഞങ്ങൾ സ്വയം ആർജിച്ചിട്ടുമില്ല. ഞങ്ങളുടെ കാഴ്ചയും ഞങ്ങളുടെ കേൾവിയും ഞങ്ങളുടെ ആകാരവും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ കഴിവുകളും ഞങ്ങളുടെ താലന്തുകളും ഞങ്ങളുടെ വരദാനങ്ങളും എല്ലാം തമ്പുരാന്റെ ദാനമാണ്. കിട്ടിയതൊക്കെ ഞങ്ങൾ വാങ്ങിക്കൂട്ടി വെച്ചിട്ട് ഞങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് പങ്കിട്ട് അനുഭവിച്ചതല്ലാതെ ദൈവമേ, അവിടുത്തെ നാമമഹത്വത്തിനായി ഞങ്ങൾ തന്നിട്ടില്ലൊന്നും. കർത്താവ് ഈ ഭൂമിയിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് ഞങ്ങളിലൂടെയാണ്, ഞങ്ങളുടെ കഴിവുകളിലൂടെയാണ്, ഞങ്ങളെന്ന സാധ്യതകളിലൂടെയാണ്. കർത്താവിന് ഇന്ന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ സമർപ്പണം എടുത്തിട്ടില്ലാത്തതിന്റെ, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തന്നിട്ടില്ലാത്തതിന്റെ കുഴപ്പം കൊണ്ടാണ്. കർത്താവിന്റെ ഭൂമിയിലെ പ്രവർത്തനം വളരെ പരിമിതിപ്പെട്ടു പോയെങ്കിൽ ഞങ്ങൾ അഹങ്കാരികളും സ്വാർത്ഥരുമായി മാറിയതുകൊണ്ടാണ്. സമ്പൂർണ്ണ സമർപ്പണത്തോടെ കർത്താവിന്റെ വേല ഞങ്ങളിലൂടെ പൂർത്തിയാക്കുവാൻ, ഞങ്ങളെ സമർപ്പിക്കുവാൻ ദൈവമേ ഈ ദിവസം ഞങ്ങളെ കേൾപ്പിച്ച ചിന്തയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളാരാവോ ഞങ്ങളെ തന്നെ ഞങ്ങൾക്കുള്ളതെല്ലാം പൊന്നുനാമത്തിന്റെ മഹത്വത്തിനായി കന്യകമറിയം സമർപ്പിച്ചതുപോലെ, വിധവ ചില്ലിക്കാശർപ്പിച്ചതുപോലെ അർപ്പണം ചെയ്യുവാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. തമ്പുരാൻ മഹത്വമെടുക്കണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ജീവന്റെ വചനം, ജീവന്റെ വചനം. വചനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നു വന്ന് അവിടുത്തെ മാറ്റമില്ലാത്തതും മാധുര്യമേറിയതുമായ സ്വർഗീയ തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന കർത്താവിനെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വിഷയമായി തീരുവാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വേർതിരിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ള ഒരു വിശേഷഗാനമാണ്. 26-ാമത്തെ സങ്കീർത്തനം. 26-ാമത്തെ സങ്കീർത്തനം പാടുന്നത് ദാവീദ് മഹാരാജാവാണ്. ജീവിതത്തിൽ ഒരിക്കലും താൻ ചെയ്തിട്ടില്ലാത്ത കുറ്റം തന്റെ മേൽ ആരോപിക്കപ്പെട്ടപ്പോൾ മനസ്സ് നീറിപ്പിടഞ്ഞ ദാവീദ് ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. ആ സങ്കീർത്തനം തുടങ്ങുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു വാദത്തോടു കൂടിയാണ്, ഒരു ആഗ്രഹത്തോടും യാതനയോടും കൂടിയാണ്. കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാനിപ്പോൾ അസ്വസ്ഥനാണ്, വേട്ടയാടപ്പെടുന്നവനാണ്. ചെയ്യാത്ത കുറ്റം എൻ്റെ മേൽ ആരോപിക്കപ്പെട്ടതിൻ്റെ പേരിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്നവനാണ്. ദൈവമേ, ഒരുപാട് പേരെന്നെ ശത്രുവായി കാണുകയും എന്നെ പിന്തുടരുകയും ചെയ്യുകയാണ്. കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദൈവസന്നിധിയിൽ ദാവീദ് ന്യായം പാലിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് അങ്ങനെ ന്യായം പാലിച്ചു കിട്ടാനുള്ള യോഗ്യതയുണ്ട്. സത്യത്തിൽ ഇവിടെ ദാവീദ് ദൈവത്തോട് വാദിക്കുകയത്ര ചെയ്യുന്നത്. എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ചെയ്യാത്ത തെറ്റ് തന്റെ മേൽ ആരോപിക്കപ്പെട്ടപ്പോൾ കോടതി മുമ്പാകെ നിന്ന് ന്യായം നടത്തിക്കിട്ടാൻ വേണ്ടി വാദിക്കുന്ന ഒരു നീതിമാനെ പോലെ ദാവീദ് ദൈവത്തിന്റെ കോടതിയിൽ ന്യായവാദം നിരത്തുകയാണ്.
അവകാശവാദങ്ങൾ നിരത്തുകയാണ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ദാവീദ് ദൈവത്തോട് പറയുകയാണ്, നിന്റെ കോടതിയിൽ ഞാൻ ചെയ്ത വല്ല തെറ്റുമുണ്ടെങ്കിൽ നീ അത് വെളിപ്പെടുത്തി എന്നെ വിധിച്ചുകൊള്ളണം. എനിക്ക് കുറെ അവകാശവാദങ്ങൾ നിരത്താനുണ്ട്, എനിക്ക് കുറെ ന്യായങ്ങൾ ഇതിനു മുമ്പിൽ പറയാനുണ്ട്. ഈ എന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഒരു കുറ്റം പോലും നിലനിൽക്കുന്നതല്ല. എന്റെ പേരിൽ കുറ്റം ആരോപിച്ചവരുടെ പശ്ചാത്തലവും അത്ര നല്ലതല്ല. കർത്താവേ, അതിനാൽ നീ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ചെയ്യാത്ത കുറ്റം നമ്മുടെ മേൽ ആരോപിക്കപ്പെടുന്നു. മനസാ വാചാ കർമ്മണ ചിന്തിക്കാത്ത കാര്യങ്ങളിൽ പോലും പലപ്പോഴും നാം കുറ്റവാളികളായി മുദ്രകുത്തപ്പെടുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും നമ്മെ സംശയത്തോടെ നോക്കുന്നു. ഏറ്റവും അടുത്തുനിന്ന് ആപത്ത് ഘട്ടത്തിൽ സഹായിക്കേണ്ടവർ ശത്രുപക്ഷം ചേർന്ന് വേട്ടയാടുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നു. സംഘർഷഭരിതമായ മാനസികാവസ്ഥയോടുകൂടെ ദാവീദ് ഇരുന്നതുപോലെ നെഞ്ചുനീറിപ്പടയുന്ന മാനസികാവസ്ഥയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഇപ്രകാരം ഒരു അവകാശവാദം ഉന്നയിച്ച് തന്റെ കേസ് സ്വന്തം വാദിക്കുവാൻ നമ്മിൽ ആർക്ക് ചങ്കുറപ്പുണ്ടാകും? കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ ആരോപിക്കപ്പെട്ട യാതൊരു കുറ്റവും എന്റെ മേൽ നിലനിൽക്കയില്ലെന്ന് നിന്റെ മുമ്പിൽ ഞാൻ നിന്ന് വാദിക്കുകയാണ്. എന്നെ സ്ഫുടം ചെയ്തെടുക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്റെ പാപത്തിൽ നിന്ന് കരകളങ്കങ്ങളിൽ നിന്ന് നീ എന്നെ വിടർത്തണമേ, എനിക്ക് ഉത്ഥാനം നൽകണമേ, ഉദ്ധാരണം നൽകണമേ എന്നിങ്ങനെ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമ്മിൽ ആർക്കാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സാധിക്കുക? എന്തൊക്കെയാണ് ദാവീദിന്റെ അവകാശവാദങ്ങൾ? തനിക്കെതിരെ ആരോപിക്കപ്പെട്ട ഒരു കുറ്റവും നിലനിൽക്കുന്നതല്ല എന്ന് ദൈവമുമ്പാകെ ദാവീദ് പറയുമ്പോൾ അതിന് തെളിവായി ദാവീദ് എന്തൊക്കെ വാദമുഖങ്ങളാണ് നിരത്തുന്നത്? ഒന്നാമത് ദാവീദ് പറഞ്ഞതിങ്ങനെയാണ്, ഞാൻ ഇളകാതെ കർത്താവിൽ ആശ്രയിക്കുന്നു, നിഷ്കളങ്കത ഞാൻ അവകാശപ്പെടുന്നു. ദാവീദിന്റെ ഒന്നാമത്തെ അവകാശവാദം അതുതന്നെയാണ്. ഞാൻ ഇളകാതെ എന്നേക്കും കർത്താവിൽ ആശ്രയിക്കുന്നു, ഞാൻ നിഷ്കളങ്കത അവകാശപ്പെടുന്നു. ദാവീദിന്റെ ആശ്രയം എപ്പോഴും കർത്താവിൽ മാത്രമായിരുന്നു. കുതിരകളിൽ ആശ്രയിച്ചിട്ടില്ല, രഥങ്ങളിൽ ആശ്രയിച്ചിട്ടില്ല, മനുഷ്യരിലോ പ്രഭുക്കന്മാരിലോ ലോകത്തിന്റെ ഏതെങ്കിലും മുഖാന്തരങ്ങളിലോ ആശ്രയിച്ചിട്ടില്ല. ചിലർ കുതിരകളിൽ ആശ്രയിക്കുന്നു, ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ അധികാര സ്ഥാനങ്ങളിൽ ആശ്രയിക്കുന്നു, ചിലർ തങ്ങളുടെ സാമർഥ്യത്തിലോ കഴിവിലോ ആരോഗ്യത്തിലോ ആശ്രയിക്കുന്നു. ദാവീദ് പറയുന്നു, ഞാൻ ഇതിലൊന്നും ആശ്രയിച്ചിട്ടില്ല. അന്നും ഇന്നും എന്നും ദൈവമേ, എന്റെ ആശ്രയം നീ ഒരാളാണ്. 8 വയസ്സുള്ള ബാലനായി, എല്ലാവരാലും തിരസ്കൃതനായി, രാജാവിനെ തെരഞ്ഞെടുക്കാൻ ഇശായിയുടെ വീട്ടിൽ വേദിയൊരുങ്ങിയ വേളയിൽ ശമൂവേൽ പ്രവാചകൻ കൊമ്പിൽ തൈലവുമായി എഴുന്നള്ളിയ വേളയിൽ ഒരു കാഴ്ചക്കാരനായി പോലും അവിടെ നിൽക്കാൻ അനുവാദം കിട്ടാതെ, ഒരളവിൽ പറഞ്ഞാൽ നാട് കടത്തപ്പെട്ടവനും ആടുമേയ്ക്കാൻ പറഞ്ഞു വിടപ്പെട്ടവനുമാണ് ഞാൻ. ദൈവമേ, അന്ന് അപ്പൻ എനിക്ക് ആശ്രയമായിരുന്നില്ല, അമ്മ എനിക്ക് ആശ്രയമായിരുന്നില്ല, കൂടെ പിറന്ന ജ്യേഷ്ഠ സഹോദരന്മാരാരും എനിക്ക് ആശ്രയമായിരുന്നില്ല. അന്നും എന്റെ ആശ്രയം നീ ഒരാൾ മാത്രമായിരുന്നു. ഒഴിവാക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആടുകൾ മേയുന്ന മലഞ്ചെരുവിലെ ചാഞ്ഞുകിടന്ന ഒരു മരത്തിന്റെ തണലിൽ വിരിഞ്ഞ പാറപ്പുറത്ത് മലർന്നും കമിഴ്ന്നും കിടന്ന് നെടുവീർപ്പെട്ട് കരഞ്ഞിട്ട് ഇടവേളകളിൽ എഴുന്നേറ്റിരുന്ന് എന്റെ കിന്നരം മീട്ടി ഞാൻ അന്ന് പകൽ മുഴുവൻ പാടിയത് നെഞ്ചുപൊട്ടുന്ന ശോകഗാനങ്ങളായിരുന്നു. അപ്പോഴും എന്റെ ആശ്രയം നിന്നിലായിരുന്നു. കർത്താവേ, ഞാൻ ഈ ലോകത്ത് ഒരിക്കലും ഈ ലോകത്തിന്റെ യാതൊരു മുഖാന്തിരങ്ങളിലും ആശ്രയിച്ചിട്ടില്ല. എന്നും എന്റെ ആശ്രയം നീ ഒരാൾ മാത്രമാണ്. ഞാൻ സൈന്യബലത്തിൽ ആശ്രയിച്ചിട്ടില്ല, എന്റെ കുറുമബുദ്ധി എന്റെ ആശ്രയമായിരുന്നില്ല, എന്റെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരുന്നു. പ്രിയമുള്ളവരെ, ദാവീദ് ഇപ്രകാരം ഒരു നിൽപ്പ് നിന്നു എന്ന് അവകാശപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ വേറെയൊരു കാര്യമുണ്ട്. ഒരാൾക്ക് ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ കഴിയണമെങ്കിൽ നിഷ്കളങ്കത്വം ആവശ്യമാണ്. കളങ്കമുള്ള ഒരാൾക്ക് കർത്താവിൽ ആശ്രയിക്കാൻ സങ്കോചമുണ്ടാകും. കളങ്കമുള്ള ഒരാൾക്ക് കർത്താവിൽ ആശ്രയിക്കാൻ സാധ്യമാകയില്ല. നിഷ്കളങ്കതയാണ് ദാവീദ് കർത്താവിൽ ആശ്രയിപ്പാൻ അവന്റെ മുതൽക്കൂട്ടായി കയ്യിലുള്ളത്.
പ്രിയപ്പെട്ടവരെ, ദാവീദ് കളങ്കപ്പെട്ടിട്ടില്ല എന്നവൻ ഉറപ്പാണ്. ദൈവത്തിൽ നിന്ന് അവൻ മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നവൻ ഉറപ്പാണ്. എന്തിനും ഏതിനും എവിടെയും എപ്പോഴും നെഞ്ചുവിരിച്ച് കർമുമ്പിൽ നിൽപ്പാൻ തനിക്ക് കരുത്തുണ്ടെന്ന് അവന് ബോധ്യമുണ്ട്. എന്നുകൊണ്ടെന്നാൽ ഞാൻ നിഷ്കളങ്കനായി നടന്നിരിക്കുന്നു എന്ന് ദാവീദ് അവകാശം പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ ധ്യാനം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ധ്യാനിച്ചു കൊണ്ടുപോകുമ്പോൾ ദാവീദ് ഈ പറഞ്ഞ അവകാശവാദം നമുക്ക് ദൈവമുമ്പിൽ നിരത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം ഞാനും നിങ്ങളും സ്വയത്തോട് ചോദിക്കണം. ഞാൻ എൻ്റെ കർത്താവിൽ തന്നെയോ ആശ്രയം വെച്ചിട്ടുള്ളത്? എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ സങ്കേതം കണ്ടെത്തിയത് എവിടെയാണ്? പലപ്പോഴും ഞാൻ സങ്കേതം കണ്ടെത്തിയത് കർത്താവിൽ അല്ലെന്ന് മാത്രമല്ല, കർത്താവിൽ നിന്ന് ഞാൻ ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്നിൽ കളങ്കമുണ്ടായിരുന്നു. ആരെങ്കിലും ഒളിവിടം തേടുന്നത് പിടിക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. നാട്ടിലെല്ലാവരുടെയും മുമ്പിൽ വിശാലമായി നടന്നിരുന്ന പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒളിച്ചോടുന്നത് താൻ പിടിക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. വെളിച്ചത്തിൽ നടന്നിരുന്ന ഒരാൾ ഇരുട്ടിലേക്ക് ഊളിയിട്ട് പോകുന്നത് പിടിക്കപ്പെടുമെന്ന് ഭയപ്പെടുമ്പോഴാണ്. കളങ്കം വരുന്ന ഒരാളാണ് വെളിച്ചം വിട്ട് ഓടിപ്പോകുന്നത്. ഓർക്കുക, ദൈവം വെളിച്ചമാണ്. വെളിച്ചമാകുന്ന കർത്താവുമായി നിരന്തര ബന്ധം സൂക്ഷിക്കുവാനും കർത്താവിൽ തന്നെ പൂർണ്ണമായും ആശ്രയിപ്പാനും ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ നിഷ്കളങ്കനായി ജീവിക്കണം. ദാവീദിനതുണ്ടായിരുന്നു. നിർഭാഗ്യാവശാൽ എന്റെ പ്രശ്നം എന്താണ്? എനിക്ക് എന്റെ കർത്താവിൽ തന്നെ മുഴുവൻ സമയവും പൂർണ്ണമായി ആശ്രയം വയ്ക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എന്നിൽ കളങ്കമുണ്ട്. ഞാൻ എന്റെ മാനസിക ചിന്തകളിൽ മലിനപ്പെടുന്നു. എന്റെ ധ്യാന വിഷയങ്ങളിൽ മലിനപ്പെടുന്നു. എന്റെ കണ്ണ് കാണുന്ന കാഴ്ചകളിൽ ഞാൻ മലിനപ്പെടുന്നു. എന്റെ നാവ് സംസാരിക്കുന്ന വാക്കുകൾ എന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാകയാൽ എന്റെ ഹൃദയത്തിന്റെ നില വഷളാകുന്നു എന്നെന്റെ നാവ് വെളിപ്പെടുത്തുന്നു. എന്റെ കരങ്ങളുടെ പ്രവൃത്തി തെറ്റായതാകുന്നു. എന്റെ പാദങ്ങളുടെ ചലനം തെറ്റായ ദിശയിലേക്കാകുന്നു. ആമേൻ, ഞാൻ കളങ്കപ്പെട്ടൊരു മനുഷ്യനാകുന്നു. അതുകൊണ്ട് എനിക്ക് കർത്താവിനോട് ചേർന്നിരിപ്പാൻ കഴിയുന്നില്ല. കർത്താവിൽ തന്നെ ആശ്രയം വയ്ക്കാൻ കഴിയുന്നില്ല. എന്റെ മനസ്സ്, എന്റെ ജീവിതം എന്റെ കർത്താവിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. അയ്യോ, ഞാൻ ദൈവത്തിൽ നിന്ന് ഏറെ ദൂരെ പോയിരിക്കുന്നു. ഞാനിപ്പോൾ ആശ്രയം വച്ചിരിക്കുന്നത് എന്റെ കർത്താവിലല്ല. കർത്താവിൽ ഞാൻ ആശ്രയം വെച്ചില്ല എന്നെനിക്ക് പറയാനാകില്ല. ഒരു സമയത്തിന്റെ ആശ്രയം കർത്താവിലായിരുന്നു. എന്തിനും ഏതിനും ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിരുന്നു. അപ്പോഴൊക്കെ കർത്താവ് എനിക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുകയും ചെയ്തിരുന്നു. അന്ന് ഞാൻ കളങ്കരഹിതനായിരുന്നു. അന്ന് ഞാൻ വിശുദ്ധിയിൽ ജീവിച്ച ഒരാളായിരുന്നു. അന്ന് ഞാൻ നീതിബോധത്തോടെ നടന്ന ഒരാളായിരുന്നു. എന്റെ ജീവിതത്തിൽ ദൈവവും കളങ്കം കണ്ടെത്തിയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ഉന്നതങ്ങളും താഴ്ചകളും ഉണ്ടാകും. കുന്നുകളും കുഴികളും ഉണ്ടാകും. വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്നത് പോലെ തളർച്ചയും താഴ്ചയും ഉണ്ടാകും. ജീവിതത്തിൽ കഷ്ടതയുടെ നാളുകളിലും ഒറ്റപ്പെടലിന്റെ നാളുകളിലും പ്രയാസത്തിന്റെ നാളുകളിലും സുഖത്തിന്റെ നാളുകളിലും സന്തോഷത്തിന്റെ നാളുകളിലും മുന്നേറ്റത്തിന്റെ നാളുകളിലും ഒരുപോലെ ഇളകാതെ കർത്താവിൽ ആശ്രയിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതോ ജീവിതത്തിൽ വഴിമുട്ടിപ്പോയി എന്ന് തോന്നിയപ്പോ മറ്റ് മുഖാന്തരങ്ങളിലേക്ക് മനസ്സ് തിരിച്ചുവിട്ടിട്ടുണ്ടോ? ഈ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ലെന്ന് തന്നെത്താൻ പറഞ്ഞു വെച്ചിട്ട് ഈ ദൈവവുമായിട്ടുള്ള എന്റെ ബന്ധം ശരിയല്ല, ഞാൻ കളങ്കപ്പെട്ടിരിക്കയാൽ ഈ കർത്താവിനോട് സംസാരിപ്പാൻ എനിക്കിനി ഒരു നീതിയും എന്റെ പക്ഷത്തില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് അകലേക്ക് മാറിപ്പോകുവാനിട വന്നിട്ടുണ്ടോ? ഉണ്ടെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഓർമ്മപ്പെടുത്തി തരുന്നതെങ്കിൽ ആശ്രയം വെച്ച സകല മുഖാന്തിരങ്ങളും അബദ്ധമാണ് വരുത്തി വെച്ചിട്ടുള്ളതെന്ന് തിരിച്ചറിയുക. ഞാൻ ആശ്രയം വെച്ചത് ലോകത്തിന്റെ മുഖാന്തിരങ്ങളിലാണെങ്കിൽ, ഞാൻ ആശ്രയം വെച്ചത് അന്യദൈവങ്ങളിലാണെങ്കിൽ, ഞാൻ ആശ്രയം വെച്ചത് ജഡീകരായ മനുഷ്യരിലാണെങ്കിൽ, ഞാൻ ആശ്രയം വെച്ചത് ലോകത്തിന്റെ ഇമ്പങ്ങളിലാണെങ്കിൽ, ഞാൻ ആശ്രയം വെച്ചത് എന്റെ സ്വന്തം ആരോഗ്യത്തിലോ എന്റെ സൗന്ദര്യത്തിലോ എന്റെ സമ്പത്തിലോ എന്റെ സ്ഥാനമാനങ്ങളിലോ ആണെങ്കിൽ അതെന്നെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അറിയണം, എന്റെ ഹൃദയവും എന്റെ മനസ്സും പൂർണ്ണമായും കർത്താവിൽ ഉറച്ചിരിക്കുന്നു. കർത്താവേ, നീ എനിക്ക് ന്യായം പാലിച്ചു തരണം. എന്തുകൊണ്ടെന്നാൽ എന്റെ ഒന്നാമത്തെ വാദഗതി,
ഞാൻ നിന്നിൽ തന്നെ ആശ്രയിക്കുന്നു. അതിന് യോഗ്യമായി എന്നിൽ നിഷ്കളങ്കത്വമുണ്ട്. കർത്താവേ, ഞാൻ പാപത്തിലല്ല, ഞാൻ വിശുദ്ധിയിലാണ്. ദൈവമേ, ഞാൻ നിർമ്മലതയിലാണ്, ഞാൻ അശുദ്ധിയിലല്ല. നീ എനിക്ക് ന്യായം പാലിച്ചു തരാൻ എനിക്ക് അവകാശമുണ്ട്. ഇന്നൊരുപാട് ആളുകൾ പ്രതിസന്ധിയുടെ നാളുകളിൽ ദൈവം മുമ്പിൽ നീറിപ്പിടഞ്ഞു നിൽക്കുന്നുണ്ട്. കർത്താവെ, ഞാൻ കഷ്ടത്തിലാണ്. കർത്താവെ, ഞാൻ ദുരിതത്തിലാണ്. കർത്താവെ, എല്ലാവരും എന്നെ വേട്ടയാടുകയാണ്. കർത്താവെ, എന്റെ പക്ഷത്ത് നിൽക്കാൻ എനിക്ക് ആരുമില്ല. നീ എന്നെ സഹായിക്കണമെന്നൊക്കെ ദൈവത്തോട് പറയുമ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ ഒരു അവകാശവാദം പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? കർത്താവെ, ഞാൻ കളങ്കരഹിതനാണ്. അതുകൊണ്ട് എനിക്ക് നിന്നിൽ ആശ്രയമുണ്ട്. ഇന്ന് വരെ ഞാൻ മറ്റൊരിടത്ത് ആശ്രയം തേടിപ്പോയിട്ടില്ല. ഈ ലോകത്തെ എത്രയോ പേർ അവരുടെ പ്രയാസഘട്ടങ്ങളിൽ സത്യദൈവത്തെ മറന്നുപോയി, അന്യദൈവങ്ങളെ തേടിപ്പോയി. അവിടെയും ഇവിടെയും പോയി നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും കഴിച്ചു. അവർ പറഞ്ഞതും കേട്ടു, ഇവർ പറഞ്ഞതും കേട്ടു. ആരൊക്കെ ആവശ്യപ്പെട്ടതൊക്കെ ചെയ്തു. എവിടെയാണ് ആനുകൂല്യം കിട്ടുന്നതെന്ന് അറിയില്ലല്ലോ. ആരാണ് സഹായിക്കുന്നത് എന്നറിയില്ലല്ലോ. ദൈവമക്കളെ, ഗതിയില്ലാതെ ഓടി നടക്കുകയാണ്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ആശ്രയം തേടി ഓടുകയാണ്. ഒരാശ്രയവും ഒരു സങ്കേതവും ഇല്ലാതെ ഇപ്പോൾ മാനസികമായി തകർന്ന് അലയുകയാണ്. ഈ അവസ്ഥയിലേക്ക് ഒരാളെ തള്ളിയിട്ടത് ദൈവമല്ല, സ്വയം ഓടി അലഞ്ഞ് അബദ്ധത്തിൽ ചെന്ന് ചാടിയതാണ്. ഓർക്കുക, ദാവീദ് പറഞ്ഞതുപോലെ, കർത്താവേ, എന്റെ ആശ്രയം നിന്നിൽ തന്നെയാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ ഇന്നോളം നടന്നിരിക്കുന്നുവെന്ന്. സത്യവാനായ ദൈവത്തിന്റെ മുമ്പിൽ ആ ഉറച്ചു നിന്ന് പറവാനുള്ള കരളുറപ്പ് ഞാൻ നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതിസന്ധിയുടെ നാളുകളിൽ ദൈവത്തോട് നമുക്ക് വാദിക്കാൻ കഴിയും. ദൈവത്തിന്റെ കോടതിയിൽ നമുക്ക് നിവർന്നു നിൽക്കാൻ കഴിയും. കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ എന്ന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. ദാവീദ് നിരത്തിയ ഒന്നാമത്തെ യോഗ്യത, ഒന്നാമത്തെ അവകാശവാദം, ഞാൻ ഇന്നോളം എൻ്റെ കർത്താവിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്നു, അതിന് തക്ക നിഷ്കളങ്കത്വം എന്നിലുണ്ട് എന്നാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? ദൈവമക്കളെ, ദാവീദിന്റെ രണ്ടാമത്തെ അവകാശവാദം, ദൈവമേ, ഞാൻ നിന്റെ സത്യത്തിൽ തന്നെ നടന്നിരിക്കുന്നു, കാരണം നിന്റെ ദയ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഞാൻ ഇന്നോളം നിന്റെ സത്യത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. സത്യം വിട്ട് ഞാൻ നടന്നിട്ടില്ല. അസത്യത്തിന് ഞാൻ മനസ്സ് വെച്ചിട്ടില്ല. ഞാൻ നീതികേട് പ്രവർത്തിച്ചിട്ടില്ല. ദൈവത്തോട് സത്യം ചെയ്തത് വിട്ട് ദാവീദ് ഇടം വലം മാറിയിട്ടില്ല. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുകയും ചെയ്യുമെന്ന് ദാവീദ് പ്രഖ്യാപിക്കുകയാണ്. തനിക്ക് വീഴ്ച താഴ്ചകളില്ലാഞ്ഞിട്ടല്ല. വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, വഴിതെറ്റലുകളും വഴിമാറുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ദയ നിരന്തരമായി തന്റെ മേൽ വർഷിക്കപ്പെടുന്നത് താൻ കാണുന്നു. അതേ, ഒരു മനുഷ്യന് പിഴ പറ്റിയാൽ അപ്പോൾ തന്നെ ശിക്ഷിക്കുകയല്ല, അവന് കരുണ കൊടുത്ത് അവന് തിരിച്ചു വരാൻ അവസരം കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. അപ്രകാരം ദൈവം ദാവീദിന് ധാരാളം കരുണ കൊടുത്തു എന്ന് ദാവീദ് സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്തിനും ഏതിനും എവിടെയും എപ്പോഴും ദാവീദിന് ദൈവം മാത്രം, ദൈവം ഒരാൾ മാത്രം. ദാവീദിന്റെ കൺമുമ്പിൽ, ദാവീദിന്റെ മനനമണ്ഡലത്തിൽ, ദാവീദിന്റെ സിരകളിൽ, ദാവീദിന്റെ എല്ലാ ധ്യാനങ്ങളിലും ദൈവമൊരാൾ മാത്രം. ദൈവത്തെ മുറിപ്പെടുത്തുന്ന ഒരു വാക്കോ ഒരു ചിന്തയോ, ദൈവത്തെ അപമാനിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയോ ഏതെങ്കിലും വാക്കുകളോ, ദൈവഭൃത്യനെന്ന പേര് കളങ്കപ്പെടുത്തുന്ന ഏതെങ്കിലും നിലപാടുകളോ, ദൈവത്തെ ദൈവനിന്ന നിഴലിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയോ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മാനസിക ധ്യാനത്തിലോ ദാവീദ് ചെയ്തിട്ടില്ല എന്ന് ദാവീദ് ദൈവമുമ്പിൽ അവകാശപ്പെടുകയാണ്. കർത്താവേ, ഞാൻ തിരുമുമ്പിൽ സത്യത്തെ മുറുകെ പിടിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ധ്യാനം ദാവീദ് നടത്തുമ്പോൾ എത്രമാത്രം ചങ്കുറപ്പുണ്ടാകും ദാവീദിന്. ഇങ്ങനെ പറയാൻ ഒരു കരുളുറപ്പ് വേണ്ട പ്രിയപ്പെട്ടവരെ. എൻ്റെ ജീവിതത്തെ നന്നായി അറിയുന്ന ദൈവമേ, നീ പറ, ഞാൻ സത്യം വിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ദയ എന്നോടുകൂടെ ഇരുന്നതുകൊണ്ട് എനിക്ക് പിഴ പറ്റുമ്പോഴെല്ലാം നീ എന്നെ തിരുത്തുകയും ഞാൻ ആ തിരുത്തൽ സ്വീകരിച്ച് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ദൈവമേ, ഞാൻ വഷളായി നടന്നിട്ടില്ല, ഞാൻ സത്യം തെറ്റിച്ചിട്ടില്ല, ഞാൻ വിശ്വസ്തത പാലിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ തിരുമുമ്പിൽ മാറി നടന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. കർത്താവേ, നീ എനിക്ക് ന്യായം പാലിച്ചു തരണമേ. പ്രിയരെ, ദൈവീക സത്യത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
എന്റെ കർത്താവേ, നീ എനിക്ക് ന്യായം പാലിച്ചു തരണമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ദൈവത്തോട് പറയാൻ നമുക്ക് നെഞ്ചുറപ്പുണ്ടാകുമോ? നാം സത്യത്തിൽ നിലനിന്നിട്ടുണ്ടോ? ദാവീദിന് ലഭിച്ചതിലധികം ദയ ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചവരാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നുവരെ ചെയ്തതും പറഞ്ഞതും കണ്ടതും കേട്ടതും ചിന്തിച്ചതും നനച്ചതുമായ സകല പാപങ്ങൾക്കും ദൈവം കരുണ കാണിച്ചതുകൊണ്ട്, ദയ കാണിച്ചതുകൊണ്ട് മോചനം കിട്ടിയവരാണ് നമ്മൾ. പക്ഷേ ഇപ്പോൾ ദൈവമുമ്പിൽ നാം വിശ്വസ്തരായി നിന്നിട്ടുണ്ടോ എന്ന്, ദൈവത്തോട് നാം ചെയ്ത ഉടമ്പടി കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന്, ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന്, സത്യമാർഗത്തിൽ സഞ്ചരിക്കുവാൻ മനസ്സുറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ എന്ന് അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ നമുക്ക് വല്ല അവകാശവുമുണ്ടോ എന്ന് നാം നമ്മോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അവകാശപ്പെടാൻ ഒരു പുണ്യവുമില്ലെങ്കിൽ നാം എങ്ങനെ ദൈവം മുമ്പിൽ നിവർന്നു നിൽക്കും? നാം കഷ്ടത്തിലാകുമ്പോൾ കരുണ തോന്നണമെന്ന് കർത്താവിനോട് പറയാൻ നമുക്ക് എന്താണ് യോഗ്യത? ഓർക്കുക, ദൈവത്തിന് എന്നോട് ദയ തോന്നാൻ കാരണം അവന് എന്നോടുള്ള അചഞ്ചലമായ സ്നേഹമാണ്. അതാ മാത്രമാണ് കാരണം. ദൈവത്തിന് എന്നോട് കരുണ തോന്നാനുള്ള ഒരേ ഒരു കാരണം എൻ്റെ നീതിയല്ല, എൻ്റെ വിശുദ്ധിയല്ല, എൻ്റെ നൈർമല്യമല്ല, എൻ്റെ പ്രാർത്ഥനയുടെ ചാതുര്യമല്ല, ഞാൻ ചെയ്ത പുണ്യപ്രവൃത്തികളുമല്ല, അവൻ്റെ അചഞ്ചലമായ സ്നേഹമാണ്. പാപിയായിരിക്കലും ദോഷിയായിരിക്കലും നിന്ദിക്കപ്പെട്ടവനായിരിക്കലും അപമാനിതനായിരിക്കലും എന്നെ സ്നേഹിക്കാനുള്ള അവൻ്റെ മനസ്സാണ് എന്നോട് ദയ തോന്നുവാനുള്ള ഒരേ ഒരു കാരണം. ദൈവമക്കളെ, ഈ സ്നേഹത്തിന് മുമ്പിലാണ് ഏത് മനുഷ്യനും പരാജയപ്പെട്ടു പോകുന്നത്. ലോകത്ത് വാളെടുത്താൽ ഒരു മനുഷ്യൻ പരാജയപ്പെടില്ല. തോക്കെടുത്താൽ ഒരു സമൂഹത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ദൈവമക്കളെ, കുറേ വഴക്ക് പറഞ്ഞാൽ ഒരാളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരാളുടെ പേരിൽ കുറേയധികം അപമാനങ്ങൾ പറഞ്ഞു പരത്തിയാൽ, ഒരാളുടെ പേരിൽ കുറെ കുറ്റം ആരോപിച്ച് നോട്ടീസ് അടിച്ചാൽ അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അവിടെ യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല. ഞാൻ അല്ലെങ്കിൽ ഈ ചെയ്തയാൾ ഈ ചെയ്തതിനൊക്കെ മറുപടി മറ്റേയാൾ ചെയ്യും. വാളെടുത്തവനോട് തിരികെ വാളെടുക്കും, തോക്കെടുത്തവനോട് തിരികെ തോക്കെടുക്കും. ഇവൻ അസ്തമിച്ചെങ്കിൽ അവന്റെ തലമുറകൾ അത് ചെയ്യും. അശുഭവാക്കുകൾ പറഞ്ഞവർക്ക് എതിരെ അവരും അശുഭവാക്കുകൾ പറയും. തെറ്റായത് പ്രസിദ്ധീകരിച്ചവർക്കെതിരെ അവരും തെറ്റായത് പ്രസിദ്ധീകരിക്കും. യുദ്ധങ്ങൾ അവസാനിക്കുന്നില്ല, സമാധാനം കൈവരുന്നുമില്ല, തോൽവി ആർക്കും സംഭവിക്കുന്നില്ല, ജയം എവിടെയും ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും വ്യക്തി ലോകത്ത് തോറ്റിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തിന്റെ മുമ്പിലാണ്, സ്നേഹത്തിന്റെ മുമ്പിൽ മാത്രമാണ്. ഓർക്കുക, ദൈവം എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു. അവൻ എന്നോട് ദയവ് കാണിക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവൻ എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് അവകാശപ്പെടാൻ ഒരു പുണ്യവുമില്ല. ഞാൻ പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ തിന്മകളുണ്ട്, തെറ്റുകളുണ്ട്, അനർത്ഥങ്ങളുണ്ട്, അബദ്ധങ്ങളുണ്ട്. മനസ്സാ വാചാ കർമ്മണ ദിനംതോറും ഞാൻ ഒരുപിടി പാപങ്ങൾക്ക് അടിമയാണ്. എന്നിട്ടും അവൻ എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞാൻ ആവോളം അനുഭവിക്കയാൽ ഞാൻ തിരുമുമ്പിൽ വിശ്വസ്തയോടെ നടക്കുന്നു. ദാവീദ് അവകാശപ്പെടുന്നത് ഇത് തന്നെയാണ്. ദാവീദിന്റെ വാദം ഇത് തന്നെയാണ്. എന്റെ ദൈവം എന്നോട് ഇത്രമാത്രം സ്നേഹം കാണിക്കുമ്പോൾ എനിക്ക് എങ്ങനെ എന്റെ ദൈവത്തെ വേദനിപ്പിക്കാൻ കഴിയും? അതുകൊണ്ട് ഞാൻ പരമാവധി എന്റെ കർത്താവിന്റെ മുമ്പിൽ വിശ്വസ്തനായി ജീവിക്കുകയാണ്. സത്യത്തിലും നീതിയിലുമാണ് എന്റെ പ്രയാണം. ജീവിതത്തിന്റെ ഒരു മേഖലകളിലും വിശ്വസ്തത പുലർത്താൻ കഴിയാത്ത നമ്മൾ എങ്ങനെ ദൈവം മുമ്പിൽ ന്യായം പാലിച്ചു തരാൻ അവകാശപ്പെടും? പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കിയാൽ നാം നമ്മുടെ ജീവിതത്തിൽ ആക്കി വയ്ക്കപ്പെട്ട ഏതെങ്കിലും ഒരു തലത്തിൽ വിശ്വസ്തത പുലർത്താൻ നമുക്ക് ദൈവസന്നിധിയിൽ പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ടോ? ഓർക്കുക, കുടുംബജീവിതത്തിന് ദൈവം വിളിച്ചവർ 100% തന്റെ കുടുംബജീവിതത്തിൽ പങ്കാളിയോടും മക്കളോടും വിശ്വസ്തരായിരുന്നു എന്ന് ദൈവം മുമ്പിൽ നിവർന്നു നിന്ന് പറയാൻ നമുക്കാകുമോ? വിശ്വസ്തനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ നിന്റെ സത്യം വിട്ടു മാറിയിട്ടില്ല. ഇരിക്കട്ടെ, ദൈവവിശ്വാസത്തിൽ ഞാൻ വിശ്വസ്തനായിരുന്നു. എന്റെ ഏകസത്യ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ചിരുന്നു. എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായ കർത്താവിനോട് ഞാൻ പറ്റിച്ചേർന്നിരുന്നു. അവനെ വിട്ട് ഞാൻ എങ്ങും പോയിട്ടില്ല. മറ്റൊരു ദൈവത്തെ ഞാൻ തേടിയിട്ടില്ല. മനസ്സുകൊണ്ടെങ്കിലും ഞാനൊരു പരിഹാരത്തിന് മറ്റൊരിടം തേടിയിട്ടില്ല. ദൈവമേ, എന്റെ മനസ്സ് നിന്നിൽ തന്നെ ഉറച്ചിരുന്നു എന്ന് ദൈവം മുമ്പിൽ പൂർണ്ണ വിശ്വസ്തനായിരുന്നു എന്ന് അവകാശപ്പെടാൻ നമുക്കാകുമോ?
ദൈവമക്കളെ, ഇന്ന് ദൈവം നമ്മൾ ഓരോരുത്തരെയും ഓരോ സ്ഥാനത്താക്കി വെച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, നീ എന്നെ ആക്കി വെച്ച സ്ഥാനത്ത്, ഞാൻ ആയിരിക്കുന്ന ജോലിയിൽ, എന്റെ സ്ഥാപനത്തോട്, എന്റെ ഗവൺമെന്റിനോട് എനിക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? എന്റെ ദൈവമേ, ഞാൻ എന്റെ ജോലിയിൽ വിശ്വസ്തനാണ്, കൃത്യമായി ഞാൻ എന്റെ ജോലി ചെയ്യുന്നുണ്ട്, എന്നെക്കൊണ്ട് എന്റെ സ്ഥാപനത്തിന്, എന്നെക്കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തിന്, എന്നെക്കൊണ്ട് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് യോഗ്യമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഞാൻ യാതൊരു പിഴവും വരുത്തിയിട്ടില്ല, ഞാനിവിടെ വിശ്വസ്തനാണ് എന്ന് നെഞ്ചുറപ്പോടെ പറയാൻ നമുക്കാകുമോ? ഒപ്പം തന്നെ ഞാൻ എന്നോട് ചോദിക്കണം, ദൈവമേ, എന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ എനിക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്റെ മനസാക്ഷിയോട് ചോദിക്കണം, പുരോഹിത, നിന്നിലെ പൗരോഹിത്യം പരാജയപ്പെട്ടിട്ടുണ്ടോ? നീ അത് ദൈവസന്നിധിയിൽ യോഗ്യമവണ്ണം വിനിയോഗിച്ചിട്ടുണ്ടോ? നിന്നെക്കുറിച്ചുള്ള കർത്തൃഹിതം നിറവേറിയിട്ടുണ്ടോ? ഞാൻ എന്റെ ശുശ്രൂഷയിൽ അവിശ്വസ്തനായിരുന്നുവെങ്കിൽ കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ എനിക്ക് യാതൊരു അവകാശവുമില്ല. വീണ്ടും പ്രിയപ്പെട്ടവരെ, ആയിരിക്കുന്നിടത്ത് ധ്യാനിച്ച് ചിന്തിക്കുക. എന്നെ ദൈവം പൊതുപ്രവർത്തകനാക്കി വിളിച്ചെങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം മറ്റ് പല കാര്യസാധ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടോ? ഞാൻ ധരിക്കുന്ന വസ്ത്രവും എനിക്ക് ദൈവം തന്ന മനോഹരമായ ചിരിയും മനോഹരമായ ലാവണ്യവാക്കുകളും ഞാൻ ആളുകളെ ആവേശം കൊള്ളിക്കാനും അവരെ എന്റെ വശത്താക്കാനും വിനിയോഗിച്ചിട്ട് ഞാൻ അവർക്ക് എന്ത് പ്രത്യുപകാരമാണ് ചെയ്തിട്ടുള്ളത്? എല്ലാ നിയമങ്ങളും ഞാൻ എനിക്ക് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുകയോ കോട്ടിമാട്ടുകയോ ചെയ്യുകയാണോ? ഞാൻ ആയിരുന്ന സ്ഥാനത്ത് ഞാൻ വിശ്വസ്തനായിട്ടിരുന്നു. ഇപ്പോൾ ചോദിക്കണം, കർത്താവേ, നീ എനിക്ക് ന്യായം പാലിച്ചു തരണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ആർഗ്യൂ ചെയ്യുകയാണ്, കർത്താവേ, ഞാൻ സത്യത്തിൽ തന്നെ നടന്നിരിക്കുന്നു, നിന്റെ ദയ എന്നോട് കൂടെ ഇരുന്നതിനാൽ ഞാൻ കളങ്കപ്പെട്ടിരുന്നെങ്കിലും ഞാൻ നിന്നെ വിട്ടുമാറാതെ നിന്നോട് ചെയ്ത സത്യത്തിൽ, നീ എന്നെ ഏൽപ്പിച്ച ചുമതലകളിൽ ഞാൻ പൂർണ്ണ വിശ്വസ്തനായി ഇന്ന് വരെ ഇരുന്നിട്ടുണ്ട്. ഇത് പറയാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞാൽ ദാവീദിനോട് ചേർന്ന് ദൈവത്തോട് വാദിക്കാം, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഇതിന്റെ തുടർചിന്ത പിന്നാലെ നമുക്ക് ധ്യാനിപ്പാൻ ദൈവം ഭാഗ്യം തരട്ടെ. സമയം തീരുന്നുവല്ലോ, പ്രാർത്ഥിക്കാം. പ്രാണപ്രിയനായ കർത്താവേ, ഇന്ന് ഞങ്ങൾ തിരുസന്നിധിയിലായിരുന്നപ്പോൾ 26-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് വളരെ ശക്തമായൊരു സന്ദേശം നീ ഞങ്ങളെ കേൾപ്പിക്കുകയായിരുന്നു. ദാവീദ് ദൈവത്തോട് വാദിച്ചു, കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ, അതിനുള്ള യോഗ്യത എനിക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്നിൽ തന്നെ ആശ്രയിക്കുന്നു, ഞാൻ നിഷ്കളങ്കതയിൽ നടക്കുന്നു. കർത്താവേ, ഞാൻ സത്യം വിട്ടു മാറിയിട്ടില്ല, നിന്റെ ദയ എന്നെ പൊതിഞ്ഞു പിടിച്ചല്ലോ. ഇത് ദാവീദ് പറഞ്ഞതുപോലെ കർത്താവേ, എനിക്ക് തിരുസന്നിധിയിൽ പറയാൻ ഒരു ധൈര്യവും ബലവും ഉണ്ടാകണം. ഞാൻ എന്റെ ആശ്രയം കർത്താവിലാണ് വെച്ചിരിക്കുന്നതെന്ന്, മറ്റൊരാശ്രയ കേന്ദ്രം ഞാൻ തേടിപ്പോയിട്ടില്ല എന്ന്. ദൈവമേ, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടന്നിട്ടുണ്ടെന്ന്, അതുകൊണ്ട് എനിക്ക് മറ്റൊരാശ്രയം തേടിപ്പോകേണ്ടി വന്നിട്ടില്ല എന്ന്. കർത്താവെ, ഞാൻ എന്റെ മനസ്സുറപ്പിച്ച് നിന്നിൽ തന്നെ ആശ്രയിക്കുന്നുവെന്ന്, ഞാൻ സത്യത്തിൽ തന്നെ നിൽക്കുന്നുവെന്ന്, ഞാൻ ഒരിക്കലും അവിശ്വസ്തത കാണിച്ചിട്ടില്ല എന്ന്, നിന്റെ ദയ എന്നെ ചുറ്റിക്കൊള്ളുകയാൽ എനിക്ക് എപ്പോഴും നിന്നോട് ചേർന്നിരിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തിരുമുമ്പിൽ പറയാൻ, ദൈവമേ, വാദിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ കുറ്റമുള്ള ഒരാളാണ്, കുറവുള്ള ഒരാളാണ്. എന്നാൽ ദൈവമേ, ഇന്നെന്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചിട്ട് എന്റെ പ്രതിസന്ധിയുടെ നാളുകളിൽ നീ എന്റെ പക്ഷത്ത് നിൽക്കണമെന്ന് തിരുമുമ്പിൽ വാദിപ്പാൻ എനിക്ക് ഭാഗ്യവും ബലവും തരണമേ. വിനയപ്പെടുത്തി ഞങ്ങളെല്ലാവരെയും പാദപീഠത്തിൽ സമർപ്പിക്കുന്നു കർത്താവേ. പ്രാർത്ഥനയെ അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവ് മഹത്വം എടുക്കണം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ജീവന്റെ വചനം, ജീവന്റെ വചനം, ജീവന്റെ വചനം, ജീവന്റെ വചനം, ജീവന്റെ വചനം, ജീവന്റെ വചനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിപാവനമായ പാദപീഠത്തിലിരുന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന മുത്തുമണികളെ പെറുക്കിയെടുപ്പാൻ
നമുക്ക് ഭാഗ്യമൊരുക്കി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, 26-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് നാം ധ്യാനിച്ചു കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ കാണും, ദാവീദ് ദൈവമുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഒരു കോടതി മുമ്പിൽ നിന്ന് കുറ്റമാരോപിക്കപ്പെട്ട ഒരാൾ തന്റെ നീതി വെളിപ്പെടുത്തി നീതിക്ക് വേണ്ടി, ന്യായത്തിനു വേണ്ടി വാദിക്കുന്നത് പോലെ ദൈവത്തിന്റെ കോടതി മുമ്പിൽ ദാവീദ് തന്റെ വിശ്വസ്തതയും വിശുദ്ധിയും യോഗ്യതയും നിരത്തി ന്യായം പാലിച്ചു തരാൻ അവകാശവാദം ഉന്നയിക്കുകയാണ്. കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. 2 അവകാശവാദങ്ങൾ ദാവീദ് ഉന്നയിച്ചത് മുമ്പ് കേട്ടുകഴിഞ്ഞതാണ്. ഒന്ന്, ഞാൻ നിന്നിൽ തന്നെയാണ് ആശ്രയിക്കുന്നത്, ഞാൻ നിഷ്കളങ്കനായി നടക്കുന്നു. 2, കർത്താവേ, ഞാൻ ഇന്നുവരെ വിശ്വസ്തനായി ജീവിച്ചു, സത്യം വിട്ടു മാറിയിട്ടില്ല. നിന്റെ ദയ എന്നെ ചുറ്റിക്കൊണ്ടിരുന്നതിനാൽ എനിക്ക് എന്റെ ജീവിതത്തെ നേരെ നടത്തുവാനായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ പറയുന്ന അവകാശവാദങ്ങൾ തുടരുകയാണ്. വീണ്ടും ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, ഞാൻ വഞ്ചകന്മാരോടൊപ്പം ഇരുന്നിട്ടില്ല, കപടനാട്യക്കാരോടുകൂടെ ഞാൻ സഹവസിക്കുന്നില്ല, ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരെ ഞാൻ വെറുക്കുന്നു, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയുമില്ല. 4 കാര്യങ്ങളാണ് ദാവീദ് ഒരുപോലെ ചേർത്ത് പറയുന്നത്. ദൈവമേ, വഞ്ചകന്മാരോടൊപ്പം ഞാൻ ഇരിക്കുന്നില്ല, കള്ളനാട്യക്കാരോടുകൂടെ ഞാൻ വസിക്കുന്നില്ല, ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരെ ഞാൻ വെറുക്കുന്നു, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയില്ല. ഓർക്കണം പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോടുകൂടെ വസിക്കുമ്പോൾ ഒരു ദൈവ മനുഷ്യൻ എന്ന നിലയിൽ ദാവീദ് അനുഷ്ഠിക്കുന്ന വേർപാടാണ് ദാവീദ് ഇവിടെ എടുത്തു പറയുന്നത്. വസിക്കുന്ന ലോകത്ത്, ചുറ്റുപാടുകളിൽ, സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യൻ തന്നെ എത്രത്തോളം സൂക്ഷിക്കണമെന്നും കൂടെയാണ് ദാവീദ് പറയുന്നത്. പരിചയങ്ങൾ പാഠങ്ങളായി പരിണമിക്കുന്നു എന്നൊരു ചൊല്ലുണ്ടല്ലോ. പരിചയങ്ങളെല്ലാം പാഠങ്ങളായി പരിണമിക്കുകയാണ്. ഒരു കൊച്ചുകുഞ്ഞ് ബാല്യം മുതൽ കേൾക്കുന്ന രീതിയിലാണ് അത് സംസാരിക്കുന്നത്. ഉദാഹരണം, കേരളത്തിൽ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ എല്ലാവരും സംസാരിക്കുന്നത് മലയാള ഭാഷയാണ്. തിരുവനന്തപുരത്തുള്ളവർ സംസാരിക്കുന്ന സ്ലാങ്ങിലല്ല എറണാകുളം ജില്ലയിലുള്ളവരോ ആലപ്പുഴ ജില്ലയിലുള്ളവരോ സംസാരിക്കുന്നത്. എറണാകുളം ജില്ലയിലുള്ള എല്ലാവരും ഒരേ സ്ലാങ്ങിലല്ല സംസാരിക്കുന്നത്. വൈപ്പിൻകരയിലോ അല്ലെങ്കിൽ ഞാറക്കലിലോ ഉള്ളതായ ഭാഷയല്ല അങ്കമാലിയിലും പറവൂരിലുമുള്ളത്. കോതമംഗലത്തെത്തുമ്പോൾ മറ്റൊന്നാണ്. തൃശ്ശൂരിൽ വേറൊരു ശൈലിയിലാണ് സംസാരിക്കുന്നത്. കുന്നംകുളത്ത് മറ്റൊരു ശൈലിയിലാണ് സംസാരിക്കുന്നത്. കോഴിക്കോടെത്തുമ്പോൾ ഭാഷ പിന്നെയും മാറുന്നു. മലപ്പുറത്ത് ചെല്ലുമ്പോൾ ശൈലി പിന്നെയും മാറുന്നു. കാസർഗോഡ് എത്തുമ്പോൾ വേറൊരു ശൈലിയാകുന്നു. ഒരു കാസർഗോഡുകാരൻ തിരുവനന്തപുരത്ത് ചെന്നാൽ പറയുന്നത് മലയാളമാണെങ്കിലും പലതും മനസ്സിലാകില്ല. ഈ തിരുവനന്തപുരത്തുകാരൻ കാസർഗോഡ് ചെന്നാലും ഇത് തന്നെയൊക്കെ സംഭവിക്കും. എല്ലാവരും പറയുന്നത് മലയാളമാണ്. ഒരു പ്രദേശത്തുള്ള ആളുകൾ, വളർന്നു വരുന്ന പുതിയ തലമുറ സംസാരിക്കുന്നത് ആ കേട്ട് ശീലിച്ച ശൈലിയാണ്. അപ്പോൾ സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ വാർത്തെടുക്കുന്നു എന്നത് സത്യമാണ്. ഓർക്കുക, പരിചയങ്ങളാണ് പാഠങ്ങളായി പരിണമിക്കുന്നത്. താൻ കേട്ടതുപോലെയാണ് ഒരു കുഞ്ഞ് പറഞ്ഞു തുടങ്ങുന്നത്. ഏത് രീതിയിലാണോ കേട്ടത് അതാണ് ആ കുഞ്ഞിന്റെ സംസാരം. ഒന്നാന്തരം മലയാളികൾ മലയാളം മാത്രം അറിയാവുന്നവരുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ ജനിച്ച് അവിടുത്തെ ചുറ്റുപാടിൽ വളരുമ്പോൾ, അവിടുത്തെ കിഡ്സിന്റെ സ്കൂൾ മുതൽ അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ തദ്ദേശീയരായ കുഞ്ഞുങ്ങൾ പറയുന്ന ആ സെയിം സ്ലാങ്ങിലാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. മലയാളക്കരയിൽ നിന്ന് ഇംഗ്ലീഷ് പഠിച്ച മാതാപിതാക്കൾ പലരും ജിജ്ഞാസയോടെ കുഞ്ഞിനോട് 2-3 വട്ടം ചോദിച്ചിട്ടാണ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പരിചയങ്ങൾ ഒരാളെ അതുപോലെ സ്വാധീനിക്കും. ഓർക്കുക, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തന്റെ ചുറ്റുപാടും വസിക്കുന്നത് പാപമുള്ളവരായിരിക്കാം. പല വിധത്തിലുള്ള തിന്മകൾ പ്രവർത്തിക്കുന്നവരോ അശുദ്ധിയിൽ ജീവിക്കുന്നവരോ ആയിരിക്കാം. അവരോട് സഹവസിച്ച് ജീവിക്കുമ്പോൾ അവരുടെ സ്വഭാവം ജീവിതത്തിൽ പകർത്തുന്നത് ദൈവസന്നിധിയിൽ കുറ്റമാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വയം പരാജയപ്പെടുന്നതിന് അത് കാരണമാണ്. ദാവീദ് പറയുന്നു, ഞാൻ ആരുടെയും ചിന്താഗതിക്കനുസരിച്ച് എന്റെ നിലപാടുകൾ മാറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ വസിക്കുന്ന ലോകം എന്നെ ഒരർത്ഥത്തിലും സ്വാധീനിച്ചിട്ടില്ല.
1-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. കർത്താവിന്റെ ന്യായപ്രമാണത്തെ ധ്യാനിച്ച് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ രാപകൽ സന്തോഷിക്കണം. അതാണ് ഭാഗ്യം. ഒരുവൻ കാത്തുസൂക്ഷിക്കുന്ന ബന്ധങ്ങളാണ് അവനെ ദൈവത്തോട് അടുപ്പിക്കുന്നതും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും. ദുഷ്ടന്മാരോട് കുറേയധികം കാലം സഹവസിച്ചാൽ ഒരുത്തന് സ്വാഭാവികമായും ദുഷ്ടത കൈവരും. പാപികളോട് കുറേ കാലം ഒരുമിച്ച് സഹവസിച്ചാൽ പാപം ജീവിതത്തിൽ അറിയാതെ കയറി വരും. ഇവിടെയാണ് ദാവീദ് നെഞ്ചുവിരിച്ചു നിന്ന് പറയുന്നത്: ദുഷ്ടന്മാർ വഞ്ചകന്മാരോടൊപ്പം ഞാൻ ഇരിക്കുന്നില്ല എന്ന്. ഞാൻ ഒരു കാപട്യക്കാരൻ്റെയും കൂടെ പോയിട്ടില്ല എന്ന്. വഞ്ചകരോടൊപ്പം ഇരുന്നിട്ടില്ലാത്തതിനാൽ ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനൊരു വഞ്ചകനല്ല എന്ന് ദാവീദ് അവകാശം പറയുകയാണ്. ദൈവമേ, ഞാൻ നിന്നെയോ എൻ്റെ കുടുംബത്തെയോ എൻ്റെ രാജ്യത്തെയോ വഞ്ചിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ നീ അത് കണ്ടെത്തി എന്നെ ബോധ്യപ്പെടുത്തണമെന്നുകൂടെ ദാവീദ് ദൈവത്തോട് പറയുകയാണ്. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. വഞ്ചന തൊഴിലാക്കി ജീവിക്കുന്നവർ സമൂഹത്തിലുണ്ട്. വഞ്ചന ജീവിതത്തിന്റെ തൊഴിലാക്കി ജീവിക്കുന്നവർ. എന്തുമാത്രം വാർത്തകളാണ് ഈ നാളുകളിൽ മാധ്യമങ്ങളിലൂടെ നാം കാണുന്നത്, അറിയുന്നത്. ഏതെല്ലാം വിധത്തിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത്, ഏതെല്ലാം വിധത്തിലാണ് കൊടിയ വഞ്ചനകൾ ഇവിടെ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് മലയാളികളാണെന്നാണ്. അതിനൊരു കാരണമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആർത്തിയുള്ളത് മലയാളിക്കാണ്. എത്ര കിട്ടിയാലും തൃപ്തി വരാതെ, എത്ര നേടിയാലും പോരാ എന്ന് വെച്ച് ആർത്തി മൂത്ത് അന്ധത പിടിച്ച ഒരു സമൂഹമാണ്. അതുകൊണ്ട് ആർക്കും പറ്റിക്കാം. നിങ്ങളിപ്പോൾ 10 ലക്ഷം രൂപ തന്നാൽ നിങ്ങൾക്ക് 5 കോടി ലാഭം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒരു ജോലിയിൽ നിങ്ങളെ എത്തിക്കാമെന്ന് വെച്ചാൽ, തറവാട് വിറ്റിട്ട് തികഞ്ഞില്ലെങ്കിൽ ഉടുതുണി വരെ വിറ്റിട്ട് ഈ 10 ലക്ഷം കൊടുക്കും. ഈ പറഞ്ഞയാള് എന്ത് കൊടുക്കുമെന്നാ പറഞ്ഞതെന്ന് പോലും വിശദമായിട്ട് അന്വേഷിച്ചിട്ടില്ല. ഇത് കൊടുത്തയാൾക്ക് തക്ക ക്വാളിഫിക്കേഷനോ ഏതെങ്കിലും ജോലി ചെയ്യാനുള്ള അറിവോ കഴിവോ ഒന്നുമില്ല. ഈ 10 ലക്ഷം കൊടുത്താൽ 5 കോടി കിട്ടുമെങ്കിൽ അത് വാങ്ങിയിട്ട് തന്നെ കാര്യമെന്നാണ് നമ്മുടെ ചിന്ത. ഈ കാശ് വാങ്ങിച്ചയാള് ഇതേ രീതിയിൽ കൊടുക്കാൻ തയ്യാറായ 100 കണക്കിന് 1000 കണക്കിന് ആളുകളെ പറ്റിച്ച് കോടികളുമായിട്ട് മുങ്ങി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അനേക കാലങ്ങളായിട്ട് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ വഞ്ചകന്മാരോട് ചേർന്ന് അനേകം പേർ വഞ്ചന പ്രവർത്തിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ ചതിവിൽപ്പെടുത്തി മുങ്ങി എന്ന് പത്രവാർത്ത വരുമ്പോൾ 2 രീതിയിലാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കും, കഷ്ടമായിപ്പോയി, കുറേ ആളുകൾ ചതിക്കപ്പെട്ടു, അവരുടെ കാശ് പോയി. വേറൊരു വിഭാഗം ആളുകൾ ചിന്തിക്കും, ഇതൊരു നല്ല ബിസിനസ്സാണ്, ഇത് തന്നെയാണ് എൻ്റെ വഴി, ഞാൻ ഇത് തന്നെ ചെയ്താൽ എനിക്ക് നാളെ കോടീശ്വരനാകാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരിക്കൽ വഞ്ചിക്കപ്പെട്ടവർ ഇനിയും വഞ്ചിക്കപ്പെടരുത് എന്ന് നനയ്ക്കുമോ? പോയതുകൂടെ പിടിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും കടം വാങ്ങിച്ചോ ലോൺ എടുത്തോ മറ്റൊരു വ്യാജ കേന്ദ്രത്തിൽ പണം കെട്ടുകയാണ്. അങ്ങനെ പലവട്ടം വഞ്ചിക്കപ്പെട്ടിട്ട് ജീവിതം തന്നെ നശിച്ചു പോയവരും ആത്മഹത്യ ചെയ്തവരും കുറവല്ല. അതുമാത്രമല്ലല്ലോ പ്രിയപ്പെട്ടവരെ, ഈ ആളുകളിൽ എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല, പല രീതിയിലുള്ള തട്ടിപ്പുകൾ, വഞ്ചനകൾ, വെട്ടിപ്പുകൾ ഇവിടെ നടമാടുകയാണ്. അത് പറഞ്ഞു പറ്റിച്ചു കൊണ്ടുപോയി ജീവിതം തന്നെ കവർന്നെടുത്ത് നശിപ്പിക്കുന്ന, സ്നേഹം നടിച്ചു കൊണ്ടുപോയി ആളുകളെ വഴിയാധാരമാക്കുന്ന വഞ്ചനയുടെ പല മുഖങ്ങളുണ്ട്. ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് വിദേശത്തെത്തിച്ച് പെൺവാണിഭത്തിന് സ്ത്രീകളെ കൊണ്ടുപോയ എത്രയോ വഞ്ചനകൾ നടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര വഞ്ചിക്കപ്പെട്ടിട്ടും ഈ സമൂഹം പഠിക്കുന്നില്ല. ദാവീദ് പറയുന്നത് കേൾക്കുക: ഞാൻ വഞ്ചകന്മാരോട് ഒപ്പം ഞാൻ ഇരുന്നിട്ടില്ല, അവരുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല, അവരുമായി എനിക്കൊരു ബന്ധവുമില്ല. ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിൽ ന്യായം പാലിച്ചു കിട്ടാൻ അവകാശവാദം ഉന്നയിക്കുമ്പോൾ നെഞ്ചു നിവർത്തി നിന്ന് പറയാൻ കഴിയുന്ന ഒരവകാശവാദമാണ് ആയിരിക്കണം, ഞാൻ വഞ്ചകന്മാരോടുകൂടെ ഇരുന്നിട്ടില്ല, ഞാൻ വഞ്ചന പ്രവൃത്തിക്ക് കൂട്ടുനിന്നിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ വഞ്ചന ഉണ്ടായിട്ടില്ല, ഒരിടത്തും ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടാകണം. ദാവീദ് വാദിച്ച 2ാമത്തെ വാദം ഞാൻ കള്ളനാട്യക്കാരോടുകൂടെ സഹവസിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവമേ, ഇന്ന് ഒരുപാട് ആളുകൾ ഭക്തി അഭിനയിക്കുന്നവരാണ്.
ഭക്തിയുടെ കണിക പോലും ജീവിതത്തിലില്ല. വിശ്വാസത്തിന്റെ കണിക പോലും ജീവിതത്തിലില്ല. ദൈവമെന്നൊരു സത്യം നിലനിൽക്കുന്നു എന്ന് അംഗീകരിക്കുന്നുമില്ല. പക്ഷേ നാടകം ഭംഗിയായി കളിക്കുന്നുണ്ട്. കപടനാട്യക്കാർ. അവരുടെ ജീവിതത്തിൽ ലെവലേശം ഭക്തിയില്ല. ദൈവത്തെ വിശ്വാസമോ ഭയമോ ദൈവത്തോട് ആരാധനയോ ഇല്ല. രഹസ്യ ജീവിതത്തിൽ അവർ ഒരിക്കൽ പോലും ദൈവത്തോട് സംസാരിക്കുന്നില്ല. ഭംഗിയായി കുറെ വേദവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ചിട്ടയായി പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള വാക്സാമർഥ്യമുണ്ട്. ഈ വാക്കുകളിൽ ദൈവജനത്തെ വികാരം കൊള്ളിക്കാനുള്ള പൊടിമരുന്നുകളും ചേർത്തിട്ടുണ്ട്. വൈകാരിക വിക്ഷുബ്ധതയിൽ ജനത്തെ ഇളക്കിമറിച്ച് തങ്ങൾ പറയുന്നത് പോലെ വിരൽത്തുമ്പിൽ ജനത്തെ തിരിക്കാൻ അവർ കരുത്ത് നേടിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസത്തിന് കണിക പോലുമില്ല. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാവപ്പെട്ട ജനത്തെ ചൂഷണം ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. ഞാൻ ഭക്തി ലെവലേശമില്ലാത്ത ഭക്തി കെട്ടവരോടുകൂടെ വസിച്ചിട്ടില്ലാത്തതിനാൽ, എനിക്ക് അവരോടുകൂടെ ഒരു ബന്ധവുമില്ലാത്തതിനാൽ ഞാനൊരു കപടഭക്തനല്ല എന്ന് ദാവീദ് തുറന്ന് ദൈവം മുമ്പിൽ വയ്ക്കുകയാണ്. ഞാനൊരു ഭക്തനാണ്. നിനക്കറിയാം ഞാൻ ആരാണെന്ന്, നിനക്കറിയാം ഞാൻ എന്താണെന്ന്, നിനക്കറിയാം, വ്യക്തമായിട്ടറിയാം. കർത്താവേ, ഞാൻ ഒരു കപടഭക്തനല്ല. വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ ആരെയും ചൂഷണം ചെയ്തിട്ടില്ല. ദൈവമേ, ഞാൻ പറയുന്നത് പോലെ എൻ്റെ ജീവിതവും. എൻ്റെ ജീവിതത്തിന് രണ്ട് മുഖങ്ങളില്ല. ദൈവമേ, ഞാനൊരു വഞ്ചകനല്ല, ഞാനൊരു കപടഭക്തനല്ല എന്ന് ദാവീദ് വ്യക്തമായി വിളിച്ചു പറയുകയാണ്. ഇന്ന് കപടനാട്യക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഭക്തിയില്ലാഞ്ഞിട്ടും ഭക്തിയുണ്ടെന്ന് അഭിനയിച്ച് ഭക്തി കച്ചവടം ചെയ്ത് കൊള്ളലാഭം കൊയ്യുന്ന ഭക്തി കച്ചവടക്കാർ ഇന്ന് വളരെ കൂടുതലാണ്. ഒരുപാടിടങ്ങളിലുണ്ട്. ഒരുപാടിടങ്ങളിൽ അവർ പാവപ്പെട്ട ജനത്തെ വികാരതലങ്ങളിൽ, ഭക്തിയുടെ വികാരതലങ്ങളിൽ കോർത്തിട്ട് വികാരം കൊള്ളിച്ച് ചൂഷണം ചെയ്യുകയാണ്. ഇന്ന് ഒരുപാട് ആളുകൾ അവരുടെ വിശ്വാസത്തിൽ ബലഹീനത കൊണ്ടോ വൈകാരിക വിക്ഷുബ്ധത കൊണ്ടോ വല്ലാതെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ തിരിച്ചറിവുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അവശതയും രോഗവും അഭിനയിച്ച് ജനത്തെ ചൂഷണം ചെയ്ത് വല്ലാതെ വഞ്ചന കാണിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. പലപ്പോഴും ആളുകളുടെ അവശത അതങ്ങേയറ്റത്തെത്തുകയാണ്. ഈ അവശതയ്ക്കൊക്കെ പിന്നിൽ പലപ്പോഴും വഞ്ചനയാണ്, ചതിയാണ്, കപടനാട്യമാണെന്ന് തിരിച്ചറിയുന്നില്ല. അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ദൈവമക്കളെ, അവശത അനുഭവിക്കുന്ന ഒരാൾ സങ്കടപ്പെട്ട് മുമ്പിൽ വന്നാൽ അവരെ കഴിവുന്നുള്ളിടത്തോളം സഹായിക്കുക എന്നുള്ളത് എനിക്ക് ആദ്യകാലം മുതലേ ദൈവം തന്ന ഒരു പ്രത്യേക ചിന്തയാണ്. ഒരിക്കൽ ഒരു പ്രായമുള്ള മനുഷ്യൻ, അയാളെ കണ്ടാൽ മുഷിഞ്ഞു നാറിയ വസ്ത്രം ധരിച്ച് ആഹാരം കഴിച്ചിട്ട് അനേക ദിനങ്ങളായി എന്ന് തോന്നത്തക്കവണ്ണം അസ്ഥിപഞ്ചരമായി തലമുടിയൊക്കെ ചീകി ഒതുക്കാതെ വല്ലാതെ അവശനായി ഒരാൾ അതിരാവിലെ വീട്ടിൽ വന്ന് കോളിംഗ് ബെല്ലടിക്കുകയാണ്. വാതിൽ തുറന്നാളെ കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. കാര്യം ചോദിച്ചപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു. അയാൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് ഒരേ ഒരു മോനേ ഉള്ളൂ. ആ മോന് കൂലിവേല ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഒരപകടത്തിൽ അവന്റെ വലതുകാല് വട്ടം ഒടിഞ്ഞു. ഒരു സ്ഥലത്തല്ല, 2 സ്ഥലത്ത് ഒടിവുണ്ട്. അവൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കാല് മുറിച്ചു കളയണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അച്ഛാ, അവന് 2 പെൺപിള്ളാരാ, 2 പേരും കൊച്ചുമക്കളാ. എന്റെ മോന്റെ കാല് രക്ഷപ്പെടണം. അവന്റെ ഓപ്പറേഷന് 25,000 രൂപയെങ്കിലും ആശുപത്രി കെട്ടിവെക്കണം. അച്ഛൻ എന്നെ സഹായിക്കണം. ദൈവമക്കളെ, ഈ മനുഷ്യനെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യനെ പലവട്ടം കണ്ടതായിട്ട് ഓർമ്മയിൽ വരുന്നുണ്ട്. അന്വേഷിച്ചപ്പോൾ പരിസരത്ത് എവിടെയൊക്കെയോ താമസിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ചോദ്യങ്ങൾക്കെല്ലാം സത്യസന്ധമായി തന്നെ മറുപടി പറഞ്ഞു എന്ന് തോന്നിയപ്പോൾ അകത്ത് ചെന്ന് കുറച്ചധികം പണം ആ മനുഷ്യനെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. ദൈവമക്കളെ, അയാളത് വാങ്ങി കരഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞ് വീടിന്റെ പടിയിറങ്ങിപ്പോയപ്പോൾ പടി കയറുമെന്ന അയൽവക്കത്തുകാരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അയാൾ എന്തിനു വന്നതാ? ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു? ഞാൻ അയാൾക്ക് ഒരു ചെറുതല്ലാത്ത തുക കൊടുത്തു. ഈ മനുഷ്യൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചത്? അച്ഛാ, അത്രയും കാശ് പോയി. എന്തേ? അയാളൊരു കള്ളനാണ്. അയാളുടെ ശീലം ഇതാണ്. അയാൾ മദ്യപിക്കാനാണ് ഈ പണം ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്. അച്ഛന് സത്യമറിയാമോ? അയാൾക്ക് ആൺമക്കളില്ല. അയാൾക്ക് 2 പെൺമക്കളേ ഉള്ളൂ. അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്.
ഈ കാരണം അവരൊരു കള്ളനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച ധർമ്മം പോലും കൊടുക്കാൻ കഴിയാത്ത നിലകളിൽ അഭിനയക്കാരുടെ എണ്ണം കൂടി വരികയാണ്. കപടനാട്യക്കാർ എല്ലായിടത്തും നാടകം കളിക്കുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, സമ്പന്നനാണെന്ന് അഭിനയിച്ച് വാടക വീട്, ഒരു ബംഗ്ലാവിന് തുല്യമായ വീട് വാടകയ്ക്കെടുത്ത് 2 കാർ 3 4 ഏറ്റവും ഹൈടെക് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് അത് മുറ്റം നിറച്ച് നിരത്തിയിട്ട് വിദേശത്താണെന്ന്, കോടികളുടെ സമ്പത്തുണ്ടെന്ന്, പ്രതിമാസം ലക്ഷങ്ങളുടെ വരുമാനമുണ്ടെന്ന് ആളുകളെ വിശ്വസിപ്പിച്ച് പത്രപരസ്യം കൊടുത്ത് ആകർഷിച്ച് വിവാഹാലോചന നടത്തി വിവാഹം കഴിച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ അല്ലെങ്കിൽ വിശ്വസ്തരായ സത്യസന്ധരായി ജീവിക്കുന്ന മനുഷ്യരെ പച്ചയ്ക്ക് പറ്റിക്കുന്ന 5 രൂപയ്ക്ക് വരുമാനമില്ലാത്ത പെരുങ്കള്ളന്മാരുടെ നാടാണ് നമ്മുടെ നാട്. എന്നിട്ടും നമ്മുടെ ആളുകൾ വീണ്ടും വീണ്ടും ചതിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തത കണിക ജീവിതത്തിലില്ലാതെ പച്ചയ്ക്ക് അഭിനയിച്ച് ജീവിതത്തിൽ ഏറ്റവും വലിയ വഞ്ചന കാണിക്കുന്ന ആളുകൾ. ഇനി വേറെ ചില ആളുകളുണ്ട്, വലിയ സ്ഥാനത്താണെന്ന് അഭിനയിച്ച് മറ്റുള്ളവരെ കബളിപ്പിക്കുന്നവർ. പത്രങ്ങളിലൊക്കെ നമുക്കറിയാം, പോലീസിലാണെന്ന്, ക്രൈംബ്രാഞ്ചിലാണെന്ന്, CBIയിലാണെന്നൊക്കെ വാദിച്ച് ചില ആളുകൾ ചിലയിടത്ത് എൻക്വയറിക്ക് ചെല്ലുകയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചില സൂത്രത്തിലുണ്ടാക്കിയ ഐഡന്റിറ്റി കാർഡ് കാണിച്ച് ആളുകളെ വിശ്വസിപ്പിച്ച് അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങുകയോ അവർ ചെയ്യാത്ത കുറ്റത്തിന് അവരെ പിടിക്കപ്പെടുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് വലിയ സമ്മാനങ്ങൾ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അഭിനയക്കാർ. എവിടെയാണിപ്പോൾ അഭിനയമില്ലാത്തത്? എല്ലായിടത്തും, ആത്മീയതയിലും രാഷ്ട്രീയത്തിലും സാമൂഹ്യത്തിലും എല്ലാം അഭിനയമാണ് പ്രിയപ്പെട്ടവരെ. അർഹതയില്ലാത്ത ആനുകൂല്യം പറ്റുവാൻ വേണ്ടി അഭിനയിക്കുന്നവരും കുറവല്ല. എന്നാൽ ദാവീദ് പറയുന്നു, ദൈവമേ, ഞാൻ ഒരിക്കലും കപടനാട്യക്കാരോടുകൂടെ ഇരുന്നിട്ടില്ല. ഞാനൊരു പച്ച മനുഷ്യനാണ്, എന്റെ കയ്യിൽ യാതൊരു അഭിനയവുമില്ല. ദൈവമേ, നീ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ന്യായം പാലിച്ചു തരണമേ. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ദാവീദ് പറഞ്ഞതുപോലെ, ദൈവമേ, ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ വിശ്വസ്തതയില്ലാതെ ഒരു കാര്യവും അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുകയോ ആരെയും കബളിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ? ദൈവം ന്യായം പാലിച്ചു തരും. വീണ്ടും ദാവീദ് പറയുന്നു, ദൈവമേ, ഞാൻ ദുഷ്പ്രവൃത്തിക്കാരെ വെറുക്കുന്നു. ദുഷ്പ്രവൃത്തി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ചെയ്യുന്നവരെയും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനത് വെറുക്കുന്നു. ഞാൻ ഇന്നുവരെ ഒരു ദുഷ്പ്രവൃത്തിയും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അവരുമായിട്ട് എനിക്ക് പങ്കാളിത്തമില്ല എന്ന് ദാവീദ് പറയുകയാണ്. അവരെ ഞാൻ അംഗീകരിക്കില്ല എന്നുകൂടെ ദാവീദ് പറയുകയാണ്. നിനക്കറിയാം, അങ്ങനെ ഒരു കുറ്റം എന്നിലുണ്ടെങ്കിൽ നീ അതെന്നോട് പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നവരോടുകൂടെ നീയും എന്നെ കുറ്റപ്പെടുത്തുക. ഞാൻ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദുഷ്പ്രവൃത്തികൾ, ദൈവമക്കളെ, നമുക്ക് അവകാശപ്പെടാനാകുമോ? ദുഷ്പ്രവൃത്തിക്കാരോടുകൂടെ ഞാൻ സഹവസിച്ചിട്ടില്ല, ഒരു ദുഷ്പ്രവൃത്തിക്ക് ഞാൻ കൂട്ടുനിന്നിട്ടില്ല, ഒരു ദുഷ്പ്രവൃത്തിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്ന് ദൈവത്തിന് മുമ്പിൽ നിവർന്നു നിന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഈ ദുഷ്പ്രവൃത്തികളെന്നൊക്കെ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്നതും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് ദുഷ്പ്രവൃത്തികൾ. മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്നതും സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായ പ്രവൃത്തികൾ. ഓരോ വ്യക്തിയും ഓരോ സ്വതന്ത്ര വ്യക്തികളാണ്. എന്നാൽ സ്നേഹത്തിന്റെ കൂട്ടായ്മ അവരെ ഒരുമിപ്പിച്ച് നിർത്തുന്നു. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും 2 വ്യക്തികളാണ്, പക്ഷേ സ്നേഹം അവരെ ഒന്നാക്കി തീർക്കുന്നു. എന്നാൽ ഭർത്താവ് സ്വാർത്ഥനായി നിന്നുകൊണ്ട് തന്റെ വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി തന്റെ ഭാര്യയുടെ താൽപര്യങ്ങളെ ഹനിക്കുമ്പോൾ, ഭർത്താവ് മദ്യപിച്ച് ലക്കുകെട്ട് ബഹളം വെച്ച് വഴക്കുണ്ടാക്കി വീടിനെ നരകമാക്കി തീർക്കുമ്പോൾ, അയാൾ മർദ്ദിക്കുകയോ പുലഭ്യം പറയുകയോ ചീത്ത വിളിക്കുകയോ ചെയ്യുമ്പോൾ, അതിനു മുമ്പിൽ ആലില പോലെ വിറച്ച് ഭാര്യ നിൽക്കേണ്ടി വരുമ്പോൾ, ദൈവമക്കളെ, ദുഷ്പ്രവൃത്തിയാണ്. അങ്ങനെ ചെയ്യുന്ന ഏതൊരു ഭർത്താവും കർത്താവിന്റെ കോടതിയിൽ നിവർന്നു നിൽക്കുകയില്ല. ഒരു ന്യായവും പാലിച്ചു കിട്ടാൻ ദൈവത്തോട് വാദിക്കാൻ അവകാശമില്ല. മറ്റുള്ളവരുടെ ന്യായം മറിച്ചു കളഞ്ഞ ഒരാൾക്ക് ദൈവത്തോട് ന്യായം ആവശ്യപ്പെടാൻ കഴിയുമോ? ഭർത്താവിനെ ധിക്കരിച്ചും
ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയും ഭർത്താവിനെ വില കുറച്ച് കാണിച്ചും ഭർത്താവിനെ കുറിച്ച് മോശമായി പറഞ്ഞും ഭർത്താവിനെ ഒരു മണ്ടനാക്കിയും ജീവിക്കുന്ന അഹങ്കാരിണിയായ ഒരു ഭാര്യയ്ക്ക് കർത്താവിന്റെ മുമ്പിൽ ന്യായം പാലിച്ചു തരാൻ അവകാശപ്പെടാൻ കഴിയുമോ? ദുഷ്പ്രവൃത്തി കയ്യിലുള്ളവർക്ക് ആർക്കും ദൈവമുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയില്ല. അതുപോലെ പ്രിയപ്പെട്ടവരെ, മോഷണം, കളവ് അത് പലതരത്തിലുണ്ട്. മാന്യമായി മോഷ്ടിക്കുന്നവരും നിയമപരമായ കടലാസുകളിലൂടെ മോഷ്ടിക്കുന്നവരും വകുപ്പുകളും റൂളുകളും ഉണ്ടാക്കി മോഷ്ടിക്കുന്നവരും വീട് കുത്തിത്തുറന്ന് മോഷ്ടിക്കുന്നവരും ബാങ്ക് കൊള്ളയടിക്കുന്നവരും എല്ലാവരും കള്ളന്മാരാ. ഇന്ന് ബാങ്ക് കൊള്ളയടിക്കുന്നവരും വീട് കുത്തിത്തുറന്ന് മോഷ്ടിക്കുന്നവരും റോഡിൽ നിന്ന് പിടിച്ചു പറിക്കുന്നവരുമൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്. പാവപ്പെട്ട ജനത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കിയോ നൂലാമാലകൾ സൃഷ്ടിച്ചോ ഒരിക്കലും അഴിയാത്ത ചുവപ്പ് നാടകൾ കുരുക്കിയോ പാവപ്പെട്ട ജനത്തിന് നിഷേധിച്ചിട്ട് അതിന്റെ എൻഡിലെത്തുമ്പോ അതൊക്കെ വിതരണം ചെയ്തു അതിന് പല രീതിയിലുള്ള ചിലവുകൾ വന്നു എന്ന് വരുത്തി തീർത്ത് പാവപ്പെട്ടവന്റെ കഞ്ഞി കൈയിട്ട് വരുന്ന ചൂഷണം ചെയ്യുന്ന കള്ളന്മാരെ ആരും പിടിക്കുന്നില്ല. പിടിക്കാനുള്ള വകുപ്പുകൾ പോലും ഇവിടെ കീഴ്മേൽ മറിക്കപ്പെടുകയാണ്. ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യേണ്ടവരും അതിൽ ഒട്ടും കുറവല്ലാത്ത മോഷണം നടത്തുന്നു. ദൈവമക്കളെ, ചൂഷണം വേറൊരു വിധത്തിലുള്ളതായ ദുഷ്പ്രവൃത്തിയാണ്. അർഹതപ്പെട്ടത് പിടിച്ചു പറിക്കുന്നതാണ് ചൂഷണം. വേറൊരാൾക്ക് അർഹതപ്പെട്ടത് പിടിച്ചു പറിച്ചെടുക്കുക, അതിന് പല രീതിയിലുള്ള മാർഗം സ്വീകരിക്കുക. അങ്ങനെ ഒരുപാട് പേർ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കൈക്കൂലി വാങ്ങുക. ഇന്ന് ധാരാളം ആളുകൾ ഇതിന്റെ അടിമകളാണ്. ഇങ്ങനെ കൊയ്ത് കൂട്ടുന്ന പണം കൈക്കൂലി കൊടുക്കുന്നവൻ അത് കൊടുക്കാൻ കാരണം തന്റെ അവിഹിതമായ ഒരു കാര്യം സാധിച്ചു കിട്ടാനാണ്. ഇപ്പോൾ ഹിതകരമായ കാര്യം സാധിച്ചു കിട്ടാനും അത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. കൈക്കൂലി വാങ്ങുന്നവനത് വാങ്ങുന്നത് അഹിതമായത് ചെയ്തു കൊടുക്കാനാണ്. ഹിതകരമായത് ചെയ്തു കൊടുക്കാനും വാങ്ങുന്നവരുണ്ട്. കൊടുക്കുന്നവരും വാങ്ങുന്നവരും വഞ്ചകരാണ്, ചതിയന്മാരാണ്, ദുഷ്പ്രവർത്തിക്കാരാണ്. കർത്താവിന്റെ കോടതിയിൽ അവർക്ക് നീതി കിട്ടുകയില്ല. അതുപോലെ കൊള്ളപ്പലിശ വാങ്ങുന്നവർ സൂക്ഷിച്ചു കൊള്ളണം, കർത്താവിന്റെ കോടതിയിൽ നീതി കിട്ടുകയില്ല. അത് കുറ്റകരമായ പാപമാണ്. സ്ത്രീകളെ അപമാനിക്കുന്നത് അതിനേക്കാളും വലിയ പാപമാണെന്ന് തിരിച്ചറിയണം. ദൈവമക്കളെ, ജീവിതത്തിൽ ഒരു സ്ത്രീയെ ഏറ്റവും ബഹുമാനത്തോടെ കാണുവാൻ നമുക്ക് എന്ന് കഴിയുന്നുവോ അന്ന് മാത്രമേ നാം ദൈവസന്നിധിയിൽ യോഗ്യരായി നിൽക്കുകയുള്ളൂ. അതുപോലെ ആദ്യം പറഞ്ഞ മദ്യപാനം, മയക്കുമരുന്ന്, അക്രമം, കൊലപാതകം ഇതൊക്കെ ദുഷ്പ്രവൃത്തിയുടെ ബാക്കി പത്രങ്ങളാണ്. ദൈവമേ, ഞാനും ദാവീദിനെ പോലെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് അന്യനാണ് എന്ന് അവകാശപ്പെടാൻ എനിക്കാകുമോ? ആയില്ലെങ്കിൽ എൻ്റെ ഭക്തിമാർഗത്തിൽ എനിക്ക് എന്ത് പുണ്യം? ദൈവം എനിക്ക് ന്യായം പാലിച്ചു തരുമോ? വീണ്ടും ദാവീദ് അവകാശപ്പെടുന്നുണ്ട്, ദൈവമേ, ദുഷ്ടന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ലാത്തതിനാൽ ഞാനൊരു ദുഷ്ടനല്ല. ദുഷ്ടന്മാരുടെ പ്രവൃത്തികളാണ് ദുഷ്പ്രവൃത്തികൾ. എന്നാൽ ദുഷ്ടന്റെ മനസ്സ് വളരെ കഠിനവും നന്ദിയില്ലാത്തതുമാണ്. ഞാൻ ദുഷ്ടന്മാരോടുകൂടെ ഇരുന്നിട്ടില്ലാത്തതിനാൽ ദൈവമേ, ഞാനൊരു ദുഷ്ടനല്ല എന്ന് ദാവീദ് പറയുകയാണ്. മറ്റുള്ളവരുടെ തകർച്ചകൾക്കും വീഴ്ചകൾക്കും വേണ്ടി മനഃപൂർവ്വം കെണികൾ ഒരുക്കുന്നവനാണ് ദുഷ്ടൻ. അവരെ വീഴ്ത്തിയിട്ട് അവരുടെ വീഴ്ചയിൽ രസിക്കുന്നവനാണ് ദുഷ്ടൻ. ഇന്ന് ഒരുപാട് ആളുകൾ ദുഷ്ടമനസ്സോടെ ഒത്തിരി പേർക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഇപ്പോഴത്തെ വാക്ക്, പണി കൊടുക്കുക. ദൈവമക്കളെ, അവരുടെ ഭാവം മാനുഷികമല്ല, മറിച്ച് പൈശാചികമാണ്. ദാവീദ് പറയുന്നു, ഞാൻ അത്തരക്കാരനല്ല. മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് നമ്മെ വേദനിപ്പിക്കുന്നവരുടെ തകർച്ച കാണുമ്പോൾ നല്ലൊരു സുഖം നമുക്കും തോന്നാറുണ്ടെങ്കിൽ ഓർക്കുക, ദുഷ്ടഹൃദയമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. സ്വഭാവം ചീത്തയായതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ഉള്ളിലെ ദുഷ്ടതയാണ് നമ്മെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ദൈവമുമ്പിൽ നിവർന്നു നിന്ന് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന്, ദൈവമേ, എന്നിൽ ആരോപിക്കുന്ന ഒരു കുറ്റവും തെളിയിക്കപ്പെടുകയില്ല എന്ന് പറയാൻ കഴിയണം. ആമേൻ. ദൈവസന്നിധിയിൽ ദാവീദിനോടൊപ്പം നിന്ന് നമുക്കും അങ്ങനെ പറയാൻ ഭാഗ്യമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഞാൻ വഞ്ചകന്മാരോടുകൂടെ ഇരുന്നിട്ടില്ല, അതുകൊണ്ട് എന്നിൽ വഞ്ചനയില്ല. കർത്താവേ, ഞാൻ കപടനാട്യക്കാരോടുകൂടെ സഹവസിച്ചിട്ടില്ല, ഞാൻ ഒരു അഭിനയവും കാഴ്ചവെച്ചിട്ടില്ല. ദൈവമേ, അതുകൊണ്ട് എനിക്ക് ന്യായം പാലിച്ചു തരണമേ.
ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരെ ഞാൻ വെറുക്കുന്നു, അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാനൊരു ദുഷ്പ്രവൃത്തിക്കും കൂട്ടുനിന്നിട്ടില്ല, ഞാനൊരു ദുഷ്പ്രവൃത്തിക്കാരനല്ല, അതുകൊണ്ട് എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ദുഷ്ടന്മാരുടെ കൂടെ ഞാൻ ഇരുന്നിട്ടില്ല, ഇരിക്കുകയില്ല. ദൈവമേ, അത്രമാത്രം കഠിനമല്ല എൻ്റെ ഹൃദയം, ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മനസ്സിൻ്റെ ഉടമയാണ്, അതുകൊണ്ട് എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അങ്ങനെ ദാവീദ് ഇതിനു മുമ്പിൽ പ്രാർത്ഥിച്ചല്ലോ. കർത്താവെ, അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഒരുപാട് കളങ്കമുള്ളവരും ഒരുപാട് വക്രഹൃദയമുള്ളവരും ഒരുപാട് ചതി കയ്യിലുള്ളവരും ഒരുപാട് പേർക്ക് പണി കൊടുത്തിട്ടുള്ളവരും ദൈവമേ, ഒത്തിരി ദുഷ്ടത മനസ്സിൽ പേറുന്നവരുമൊക്കെയാണ്. തെറ്റ് തിരുത്തുന്നു, ക്ഷമിക്കണമേ, വിശുദ്ധിയിൽ ജീവിപ്പാൻ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൃപയും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ജീവന്റെ വചനം, ജീവന്റെ വചനം. ജീവന്റെ വചനം, ജീവന്റെ വചനം, ജീവന്റെ വചനം, ജീവന്റെ വചനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് ഇരുന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് അവിടുത്തെ ആലോചനകൾ കേൾപ്പാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. അതിനുവേണ്ടി നമുക്ക് വിനയപ്പെട്ട പാദപീഠത്തിലിരിക്കാം. ഈ നാളുകളിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന പാപങ്ങളും അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന ഭയാനകമായ അനന്തരഫലങ്ങളും എന്ന വിഷയമാണ്. മറുവശത്ത് വിശുദ്ധി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പ്രത്യാശയും അതിനുശേഷം ലഭിക്കുന്ന പരമാനന്ദവും നാം ചർച്ച ചെയ്തതാണ്. പ്രിയപ്പെട്ടവരെ, പാപം മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അത് മനുഷ്യനെ ഇമ്പപ്പെടുത്തുന്നു. മനുഷ്യനെ സ്വാധീനിക്കുന്ന പാപങ്ങളെ അതിൻ്റെ മേഖലകൾ തിരിച്ച് പരിശോധിച്ചാൽ 4 തലങ്ങളിൽ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്ന്, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടമാടുന്ന പാപങ്ങൾ. 2, മനുഷ്യനും അവൻ്റെ സഹജീവിയുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടമാടുന്ന പാപങ്ങൾ. 3, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാപങ്ങളാണ്. 4, ഒരു മനുഷ്യൻ തന്നോട് തന്നെ ചെയ്യുന്ന, അല്ലെങ്കിൽ തൻ്റെ ആത്മാവിനോട് ചെയ്യുന്ന, തൻ്റെ വ്യക്തിത്വത്തോട് ചെയ്യുന്ന മാരകമായ പാപങ്ങളാണ്. ഈ പാപങ്ങളെ അതിൻ്റെ വകുപ്പ് തിരിച്ച് പരിശോധിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ വളരെയേറെ ആഴമേറിയ ചിന്തകളിലൂടെ നാം പോകേണ്ടത് ഉണ്ട്. എങ്കിലും നമുക്ക് ലളിതമായി പരിശോധിക്കാം. മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന പാപങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മാരകമായ പാപങ്ങൾ. സ്രഷ്ടാവായ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ചുരുക്കത്തിൽ മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്നതും മനുഷ്യനോട് ചെയ്യുന്നതും പ്രകൃതിയോട് ചെയ്യുന്നതും തന്നോട് ചെയ്യുന്നതുമായ സകല പാപങ്ങളും അന്തിമ വിശകലനത്തിൽ ചെന്ന് തറയ്ക്കുന്നത് ദൈവത്തിൻ്റെ നെഞ്ചിലാണ്. ചുരുക്കത്തിൽ എല്ലാ പാപവും ദൈവത്തോടാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മറ്റൊരു മനുഷ്യൻ്റെ ഏതെങ്കിലും കഴിവുകേടിനെക്കുറിച്ച് അയാളെ അപമാനിച്ച് സംസാരിച്ചാൽ ആ ആൾ വേദനിക്കുമ്പോൾ ആ ആളെ ആ നിലകളിൽ സൃഷ്ടിച്ചെടുത്ത ദൈവമാണ് വേദനിക്കുന്നത്. അല്ലെങ്കിൽ ആ ആൾക്ക് മുറിവേൽക്കുമ്പോൾ ദൈവത്തിനാണ് മുറിവേൽക്കുന്നത്. ചുരുക്കത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന സകല പാപങ്ങളും അന്തിമ വിശകലനത്തിൽ ചെന്ന് തറയ്ക്കുന്നത് സ്രഷ്ടാവായ ദൈവത്തിൻ്റെ നെഞ്ചിലാണ്. എല്ലാ പാപത്തിൻ്റെയും ലക്ഷ്യം സത്യത്തിൽ ദൈവമാണ്. ദൈവത്തോടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്.
എന്നാൽ നമുക്ക് ഈ ഇനം തിരിച്ച് പരിശോധിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന പാപമാണ് ഏറ്റവും വലിയ പാപം. എന്തൊക്കെയാണ് ആ വകുപ്പിൽപ്പെടുന്നത് എന്ന് നമുക്ക് അല്പമായി ഒന്ന് പരിശോധിക്കാം. മനുഷ്യൻ ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം അത് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതാണ്. ഏദൻ തോട്ടത്തിൽ സംഭവിച്ച പാപം എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആദ്യ പാപം എന്താണെന്ന് ചോദിച്ചാൽ, ആളുകൾ എപ്പോഴും പറയാറുള്ള മറുപടി അത് അനുസരണക്കേടാണ് എന്നുള്ളതാണ്. സത്യത്തിൽ ആ ഉത്തരം അത്ര തൃപ്തികരമായ ഒരു ഉത്തരമല്ല. അനുസരണക്കേട് അതിൻ്റെ പിന്നിലുണ്ടെങ്കിലും അടിസ്ഥാനപരമായ പാപം അതല്ല. പിന്നെന്താണ് എന്ന് പരിശോധിച്ചാൽ ഇവിടെ സത്യം ഇതാണ്: മനുഷ്യൻ തൻ്റെ സ്രഷ്ടാവായ ദൈവത്തെ അവിശ്വസിച്ചു, അല്ലെങ്കിൽ സംശയിച്ചു. ദൈവം മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാൽ അത് മരണഹേതുകമാണ്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ഈ വൃക്ഷത്തെക്കുറിച്ച് ദൈവം പറഞ്ഞ ഒരഭിപ്രായം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം അവൻ്റെ മുമ്പിലുണ്ട്. ഇനി അതിന് വിപരീതമായ മറ്റൊരു പ്രഖ്യാപനം പാമ്പ് കൊണ്ടുവരികയാണ്. ഈ പഴം തിന്നാം, തിന്നാൽ നീ മരിക്കില്ല, മാത്രമല്ല നീ ദൈവത്തെ പോലെയാകും. നേരെ വിരുദ്ധമാണ് പാമ്പിൻ്റെ അഭിപ്രായം. ദൈവത്തിൻ്റെ അഭിപ്രായം തിന്നരുത്, പാമ്പിൻ്റെ അഭിപ്രായം തിന്നാം. ദൈവത്തിൻ്റെ അഭിപ്രായം തിന്നാൽ അത് അപകടകരമാണ്, തിന്നുമ്പോൾ നീ മരിക്കും. പാമ്പ് പറയുന്നു തിന്നാം, ഒരപകടവും സംഭവിക്കാനില്ല, നീ മരിക്കില്ല. മൂന്നാമതൊരു വാക്കുകൂടെ പാമ്പ് ചേർത്ത് പറഞ്ഞു, നീ ദൈവത്തെ പോലെയാകും. ഇപ്പോഴിവിടെ രണ്ട് അഭിപ്രായം ഒരു പഴത്തെക്കുറിച്ച് മനുഷ്യന്റെ മുമ്പിൽ കിട്ടുകയാണ്. മനുഷ്യന് വിവേചിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതായ ഒരു സംശയം അവനിൽ ഉളവാവുകയാണ്. ഒന്നുകിൽ ദൈവം പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ പാമ്പ് പറഞ്ഞതാണ് ശരി. ഒരു തീരുമാനത്തിലെത്തണം. ഈ സംഘർഷം മനുഷ്യന്റെ ഉള്ളിൽ കിടന്ന് വല്ലാതെ ഉലഞ്ഞപ്പോൾ മനുഷ്യൻ ദൈവത്തെ അങ്ങോട്ട് മാറ്റി നിർത്തി. ദൈവത്തെ മനുഷ്യൻ സംശയിച്ചു. സംശയിക്കത്തക്ക ഒരു വാക്ക് പാമ്പ് പറഞ്ഞതിന്റെ അവസാന ഭാഗത്തുണ്ട്: തിന്നാൽ നീ മരിക്കില്ലെന്ന് മാത്രമല്ല, നീ ദൈവത്തെ പോലെയാകും. അപ്പോൾ ഞാൻ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി ദൈവം മനഃപൂർവ്വം എനിക്ക് പഴം നിഷേധിച്ചതാകരുതോ? ഇന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന അതേ നിലയിൽ അന്നും മനുഷ്യൻ ചിന്തിച്ചു. അപ്പോൾ മനുഷ്യൻ എന്തു വിചാരിച്ചു? ദൈവം എന്നെ സത്യത്തിൽ തന്നെ പോലെ ആകാതിരിക്കാൻ വേണ്ടി അല്പമൊന്ന് മാറ്റി നിർത്തിയതാണ് ഈ കണ്ടത്. ഇവിടെ മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനയെ അവിശ്വസിച്ചു, ദൈവത്തെ സംശയിച്ചു. അതിന് പകരമായി പാമ്പിനെ വിശ്വസിച്ചു, പാമ്പിന്റെ വാക്ക് വിശ്വസിച്ചു. പാമ്പിൽ അവൻ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തി. ദൈവത്തെയും ദൈവവചനത്തെയും സംശയിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പാപം. ദൈവത്തെയും ദൈവവചനത്തെയും ദൈവശക്തിയെയും ദൈവത്തിൻ്റെ അത്യന്തപരമായ വ്യക്തിത്വത്തെയും സംശയിക്കുക, സംശയത്തോടെ നോക്കിക്കാണുക, ദൈവത്തെ ഒരു സംശയ മുനയിൽ നിർത്തുക, ഇതാണ് ആത്യന്തികമായി ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാപം. അപ്പോ ദൈവത്തോടെ മനുഷ്യൻ അന്നും ഇന്നും ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണിത്. ദൈവത്തെ സംശയിക്കുക, ദൈവകൽപ്പനയെ സംശയിക്കുക, ദൈവത്തിൻ്റെ നിലപാടുകളെ സംശയിക്കുക, പകരം മറ്റു ചിലതിനെ വിശ്വസിക്കുക. ഇന്നത്തെ മനുഷ്യന്റെ ഒരു ആത്യന്തിക ചിന്ത അല്ലെങ്കിൽ ഒരു നിലപാട് എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെയും മറുവശത്ത് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. മറുവശം ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ മറുപക്ഷത്ത് നിന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെയുള്ള നോക്കിക്കാണലിൽ ദൈവം ഇവിടെ ശത്രുവായി മാറുകയാണ്. കൊള്ളാം, ഞാൻ ദൈവത്തെ പോലെ ആകാതിരിക്കാൻ വേണ്ടി അഹങ്കാരിയായ ദൈവം എന്നെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. ഞാനൊന്ന് നോക്കട്ടെ ദൈവത്തെ പോലെ ആകാൻ പറ്റുമോ എന്ന്. സത്യത്തിൽ മനുഷ്യനിൽ ഇവിടെ തല്ല അഹന്ത കൂടെ ഉടലെടുക്കുന്നുണ്ട്. ഈ ദൈവത്തെ പോലെ ആകാം എന്ന ഒരു മോഹം മനുഷ്യനെ ഈ തിന്മയിലേക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ട്.
അത് ദൈവത്തോടുള്ളൊരു മത്സരം കൂടെയാണ്. അച്ഛൻ തൊട്ടു മുമ്പ് പറഞ്ഞു വെച്ച പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യനെ ദൈവത്തിൽ ഒന്നാക്കാനാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അതിനാണ് മനുഷ്യാവതാരം, അതിനാണ് ഈ പങ്കപ്പാട് മുഴുവൻ ക്രിസ്തു പേറിയത്. അന്നും ദൈവത്തിൻ്റെ ലക്ഷ്യം അതുതന്നെയായിരുന്നു. മനുഷ്യനും ദൈവവും തമ്മിൽ ഇടവരിക്കാനാകാത്തൊരു കൂട്ടായ്മയുണ്ടായിരുന്നു. മനുഷ്യനും ദൈവവും തോളിൽ കൈയിട്ട് നടന്നിരുന്നു. അവർ പരസ്പരം കുശലപ്രശ്നങ്ങൾ നടത്തിയിരുന്നു. ഒരകലവും മനുഷ്യനും ദൈവവും തമ്മിൽ ഉണ്ടായിരുന്നില്ല. മനുഷ്യനെ അവഗണിച്ച് മാറ്റി നിർത്തി മറ്റൊന്നായി കാണാൻ ദൈവം അന്നും മനസ്സിൽ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ പാമ്പ് വിഷം കുത്തിവെച്ചു. മനുഷ്യൻ അതിനെ വഴിപ്പെട്ടു പോയി. ഇന്നും വിഷം കുത്തിവയ്ക്കുന്നവർ ഒട്ടും കുറവല്ല. ആ വിഷത്തിന്റെ ശക്തിയാൽ ദൈവത്തെ സംശയിക്കുന്ന, ദൈവവചനത്തെ സംശയിക്കുന്ന, ദൈവത്തെ വെല്ലുവിളിക്കുന്ന, ദൈവത്തെ ശത്രു എന്നെണ്ണുന്ന ഒരു തലമുറയാണ് ഇന്ന് ഏറെയും കാണുന്നത്. ഇന്നത്തെ യുവത അല്ലെങ്കിൽ കൗമാരം എന്നൊക്കെ പറയുന്നത് അവർക്ക് ഈ ആത്മീയത ഒട്ടും താല്പര്യമല്ല. ആരാധന, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത്, ഇങ്ങനെയൊക്കെ ആത്മീയതയിലും ആരാധനയിലും ഭക്തിയിലുമൊക്കെ നടന്നാൽ എൻ്റെ ജീവിതത്തിലെ പല ആസ്വാദനങ്ങളും ഞാൻ മനഃപൂർവ്വം വേണ്ടെന്ന് വയ്ക്കേണ്ടി വരും. എനിക്ക് എൻ്റെ ഇംഗിതത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇംഗിതത്തിനനുസരിച്ചും താല്പര്യങ്ങൾക്കനുസരിച്ചും എൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചും എനിക്ക് ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ മറുപക്ഷത്ത് നിന്നേ പറ്റൂ. അതുകൊണ്ട് ആത്മീയതയെ വെറുക്കുക. വളരെ ഭക്തിയോടെ ജീവിച്ചു വന്ന ഒരു കുട്ടി, നല്ല ആത്മീയ പാരമ്പര്യമുള്ള വീട്ടിലെ ഒരു കുഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പറയുന്നു, ഞാനിനി പള്ളിയിൽ പോകുന്നില്ല, ഞാനിനി ബൈബിൾ വായിക്കുന്നില്ല, ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഒരു കാരണവുമില്ല, ഇതൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഈ കുട്ടി ഇതിനെ അങ്ങ് നിഷേധിക്കുകയാണ്. അങ്ങനെ 1-2 വർഷം തികച്ചും ദൈവത്തോട് ഒരു ബന്ധവുമില്ലാതെ, വീട്ടിലുള്ളവരോട് പോലും വേണ്ടവണ്ണം ബന്ധം സൂക്ഷിക്കാതെ, പ്രാർത്ഥനയിൽ ഒരിക്കൽ പോലും പങ്കെടുക്കാതെ, ബൈബിൾ ഒരിക്കൽ പോലും തുറക്കാതെ, യാതൊരു ആത്മീയ ബന്ധവുമില്ലാതെ ഈ കുഞ്ഞ് ജീവിക്കുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ, ഇങ്ങനെയൊക്കെ നിലപാടെടുക്കാൻ കാരണമെന്ന് കാര്യകാരണ സഹിതം ഒരു കൗൺസിലിംഗിൽ ചർച്ച ചെയ്തപ്പോഴാണ് ഈ കുഞ്ഞ് പറയുന്നത്, എനിക്ക് ഈ വിശ്വാസത്തിൽപ്പെടാത്ത ഒരാളെ ഇഷ്ടമാണ്, ആ ആളുമായി എനിക്ക് ജീവിക്കണം. ഞാൻ ഈ വിശ്വാസത്തിൽ തുടരുമ്പോൾ എനിക്ക് ആ ആളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ഇഷ്ടം നിലനിർത്താനായിട്ട് കഴിയില്ല. എനിക്ക് ആ ആളെ വേണം. ആ ആളില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. അതിന് ദൈവത്തെ കളയണമോ? ഞാൻ കളയാം. സത്യത്തിൽ ഈ കുട്ടിയുടെ ഉള്ളിലെ ഇംഗിതം യാഥാർത്ഥ്യമാക്കി തീർക്കാൻ വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ചതാണ് ഈ കണ്ടത്. പാപം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് ആത്മീയതയിൽ ഒരു താല്പര്യവും കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടേതായ ശൈലിയിൽ ജീവിക്കാൻ ഈ ആത്മീയത ഒരു തടസ്സമാണ്. അപ്പോൾ ഇതിനോട് കൂടുതൽ താല്പര്യം കാണിക്കാതിരിക്കുക, തങ്ങളുടെ ശൈലിക്കനുസരിച്ച് ജീവിക്കുക, ദൈവത്തെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. ഇതാണ് സത്യത്തിൽ ഏറ്റവും വലിയ പാപം. ദൈവത്തെ അവിശ്വസിക്കുക, ദൈവവചനത്തെ സംശയിക്കുക. ദൈവത്തിനും ദൈവവചനത്തിനും എതിരായ പ്രസ്താവന പാമ്പ് നടത്തുമ്പോൾ അതിന് കാതു കൊടുക്കുക. ഇന്നിപ്പോ എതിരാര് പറഞ്ഞാലും അതിനാണല്ലോ കൂടുതൽ കാതുകൾ തുറന്നു വയ്ക്കപ്പെടുന്നത്. സത്യം പറയുന്നിടത്തല്ല കൂടുതൽ കാത് തുറക്കപ്പെടുന്നത്. അസത്യം പറയുന്നിടത്തും അല്ലെങ്കിൽ വിപരീതം പറയുന്നിടത്തുമാണ് കൂടുതൽ കാതുകൾ തുറക്കപ്പെടുന്നത്. ഇന്ന് മീഡിയകളിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ കിട്ടുന്നത് സത്യം പറയുന്ന ചാനലുകൾക്കല്ല, സത്യം പറയുന്ന ഏതെങ്കിലും പ്രോഗ്രാമുകൾക്കുമല്ല. വാർത്തകളെ വളച്ചൊടിക്കുന്ന, ദുർവ്യാഖ്യാനം ചെയ്യുന്ന, തെറ്റായ സാധ്യതകൾ ഈ വാർത്തയിൽ നിന്ന് കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ സത്യസന്ധമായ ഒരു വാക്കിനെ ആ അർത്ഥത്തിലല്ല അയാൾ പറഞ്ഞത് വേറൊരർത്ഥത്തിലാണെന്ന് മനഃപൂർവ്വമായി സ്ഥാപിച്ചെടുത്ത് ഈ ആളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന ചാനലുകൾക്കാണ് കാതുകൾ കൂടുതൽ കിട്ടുന്നത്. നമുക്കറിയാം, പ്രബുദ്ധരാണ് മലയാളികൾ, പ്രബുദ്ധമാണ് കേരളം എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത്രമാത്രം വൾഗറായി നമ്മുടെ ആളുകളുടെ മനസ്സിനെ അല്ലെങ്കിൽ ചിന്തകളെ തെറ്റായ നിലകളിലേക്ക്, ആസ്വാദനങ്ങളിലേക്കൊക്കെ വലിച്ചഴയ്ക്കുന്ന മീഡിയ സംസ്കാരം അത് എവിടെ ചെന്ന് അവസാനിക്കും? ഇതിനാരാണ് കടിഞ്ഞാണിടുക? ആരാണ് ഇതിനെ സെൻസർ ചെയ്യുക? ആർക്കാണ് നിയന്ത്രിക്കാൻ പറ്റുക?
പ്രിയപ്പെട്ടവരെ, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ദുർവിനിയോഗം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന നിലയിലേക്ക് അത് അധപ്പതിച്ചിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്, ചോദ്യം ചെയ്യാൻ പറ്റില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം മനുഷ്യന് വേണം. ആവിഷ്കാര സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്, ചോദ്യം ചെയ്യാൻ പറ്റില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം മനുഷ്യന് വേണം. അതുപോലെ തന്നെ ഈ മാധ്യമങ്ങൾക്ക് അവയുടേതായ സ്വാതന്ത്ര്യമുണ്ട്, സ്വാതന്ത്ര്യം വേണം. ചോദ്യം ചെയ്യാൻ പറ്റാത്ത സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും പല പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടിയുള്ള നിലപാടുകളായി മാറുമ്പോൾ, ചിലരെ താറടിച്ച് കുഴിവെട്ടി അതിലിറക്കി എന്നേക്കുമായി തമസ്കരിക്കാനുള്ള മനഃപൂർവമായ ലക്ഷ്യത്തോടെയുള്ള പ്രയാണമായി മാറുമ്പോൾ, തികച്ചും തെറ്റ് മാത്രം ചെയ്യുന്ന ചിലരെ വെള്ളപൂശി വൃത്തിയായി അവതരിപ്പിക്കാനുള്ള ലക്ഷ്യമായി മാറുമ്പോൾ, ഈ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് എവിടെയാണ് വിനിയോഗിക്കപ്പെടുന്നത്? അതവിടെ നിൽക്കട്ടെ. ദൈവത്തിനുമെതിരായ പ്രസ്താവനകൾക്ക് കാതു തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഏദനിൽ കാണുന്നത്. മാരകമായൊരു പാപമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കാതുകൾ തുറക്കപ്പെടുന്നത് ദൈവവചനത്തിന് മുമ്പിലല്ല, അതിനെ ചോദ്യം ചെയ്യുന്ന, അതിനെ വെല്ലുവിളിക്കുന്ന, അതിനെതിരെ പ്രസ്താവനകൾ നടത്തുന്നവരുടെ ശബ്ദത്തിനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കാതു തുറക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഏദൻ തോട്ടത്തിലേക്ക് എത്തുക, ദൈവം വിലക്കിയതിനെ അരുതെന്ന് പറഞ്ഞതിന് മനുഷ്യൻ സ്വീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുകയാണ്. ഇന്നിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് തന്നെയാണ്. എന്തൊക്കെയാണോ വിലക്കിയിരിക്കുന്നത്, അരുതെന്ന് പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ ആസ്വദിക്കുക. എന്നിട്ട് ഇത് ആസ്വദിച്ചാൽ എന്ത് എന്നൊരു ചോദ്യം ചോദിക്കുക. ഈ ഏദൻ തോട്ടത്തിൽ ദൈവത്തിനെതിരെ നടന്ന മത്സരമാണ് ലോകത്തിൽ ഇന്നും ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപം. ഇനി ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ, ഈ ദൈവത്തെ മനുഷ്യൻ സംശയിക്കുന്നത് കൊണ്ട്, അവിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ നിലപാടിനെക്കുറിച്ച് മനുഷ്യന് ശരിക്കും ഉള്ളിൽ സംശയമുള്ളതുകൊണ്ട്, ദൈവം ശക്തനാണോ എന്ന ഒരു തോന്നൽ മനുഷ്യന് വന്നതുകൊണ്ട്, ദൈവം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കില്ല, അല്ലെങ്കിൽ തൻ്റെ ഇംഗിതം ഈ ദൈവം അംഗീകരിച്ച് തരില്ല എന്ന് ഒരു ബോധ്യം കിട്ടുന്നതുകൊണ്ട് മനുഷ്യൻ കണ്ടെത്തുന്ന മറ്റൊരു മാർഗമാണ് മറ്റ് ദൈവങ്ങളെ സൃഷ്ടിച്ചെടുക്കുക, എന്നിട്ട് അവയെ ആരാധിക്കുക. അന്യദൈവാരാധന ഇതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. സത്യദൈവം വരച്ചിട്ട ട്രാക്കിലൂടെ സഞ്ചരിപ്പാൻ എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ട്, തീരുമാനമില്ലാത്തതുകൊണ്ട്, താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു ദൈവത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ്. സത്യദൈവത്തോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണത്. ഭർത്താവിൻ്റെ താല്പര്യമനുസരിച്ചും ഭർത്താവിൻ്റെ ഹിതമനുസരിച്ചും ജീവിതം ചിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു സ്ത്രീ ഒരു പരപുരുഷനെ പ്രാപിക്കുന്നത് പോലെ, ഭാര്യയുടെ താല്പര്യമനുസരിച്ചും ഭാര്യയുടെ സ്നേഹത്തിനനുസരിച്ചും തൻ്റെ ജീവിതത്തെ ട്രാക്കിൽ നയിപ്പാൻ മനസ്സില്ലാത്തൊരു മനുഷ്യൻ ഒരു പരസ്ത്രീയെ പ്രാപിക്കുന്നത് പോലെ, അന്യദൈവാരാധനയെ വേദപുസ്തകം സാക്ഷിക്കുന്നത് വ്യഭിചാരമെന്നാണ്. ലോകത്ത് ഒരുപാട് ആളുകൾ ദൈവത്തെ ഉപേക്ഷിക്കാനുള്ള കാരണം ഈ ദൈവം ശക്തനല്ലാത്തത് കൊണ്ടല്ല, അവൻ കണ്ടെത്തിയ മറ്റ് ദൈവങ്ങൾ അതിനേക്കാൾ ശക്തരാണെന്ന് അവന് ബോധ്യപ്പെട്ടതുകൊണ്ടുമല്ല. ഈ ദൈവത്തിൻ്റെ വഴിയിൽ, ഈ ദൈവത്തിൻ്റെ കൽപ്പനയും പ്രമാണവും അനുസരിച്ച് സത്യദൈവമാർഗത്തിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലാത്തത് കൊണ്ടാണ് ദൈവങ്ങളെ സൃഷ്ടിച്ചെടുക്കുക, മനുഷ്യനുണ്ടാക്കുന്ന ദൈവങ്ങൾ, എന്നിട്ട് ആരാധിക്കുക. അപ്പോൾ എൻ്റെ ഇംഗിതത്തിനനുസരിച്ചൊരു ദൈവത്തെ, എൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് അവനെ അല്ലെങ്കിൽ അതിനെ ആരാധിക്കുക. സത്യദൈവത്തെ ഞാൻ അങ്ങ് മാറ്റി നിർത്തുക ദൈവത്തോടുള്ള ഏറ്റവും വലിയ പാപമാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ തെറ്റായ ആരാധനാ ശൈലി ജീവിതത്തിൽ വളർത്തിയെടുത്ത് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തെ ശരിക്കും പരിശോധിക്കണം. നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം പാപം പെരുപ്പിക്കുകയാണ്. ഇസ്രായേലിൽ വലിയ പാപമുണ്ടായിരുന്നു. അവസരം പോലെ അവർ ദൈവത്തെ മാറി മാറിയെടുത്തു. ദൈവം അവിടെയൊക്കെ ക്ഷമിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അവസരം പോലെ ദൈവത്തെ മാറി മാറിയെടുക്കുന്ന ഒരു ചിന്ത ആധുനിക കാലത്ത് വളരെ കൂടുതലാണ്. മനുഷ്യരിങ്ങനെ ദൈവത്തെ പുറംതിരിഞ്ഞു നിന്ന് പരിഹസിക്കുകയാണ്. ദൈവത്തോട് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും മാരകമായ പാപമാണ്. ഇനി ആ പട്ടികയിലേക്ക് ചേർത്ത് വെച്ചാൽ, ഇന്ന് മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ എന്തിനും ഏതിനും കൂട്ടുപിടിക്കുന്നൊരു ശീലമുണ്ട്.
ദൈവത്തിൻ്റെ നാമം വൃഥാവിലെടുക്കരുത് എന്ന് ആദികൽപ്പനകളിലുണ്ട്. പക്ഷേ ഇന്ന് ഒരുപാട് ആളുകൾ അവരുടെ എല്ലാ തെറ്റും ന്യായീകരിപ്പാൻ ദൈവനാമമാണ് എടുക്കുന്നത്. ദൈവമാണ് സത്യം. കളവ് ചെയ്തവനും ചതി ചെയ്തവനും കുതികാൽ വെട്ടിയവനും വഞ്ചിച്ചവനും വ്യഭിചാരം ചെയ്തവനും വ്യഭിചാരം ചെയ്തവളും എല്ലാ തെറ്റിനും പിടിക്കപ്പെടുമ്പോൾ സാക്ഷി നിർത്തുന്നത് ദൈവത്തെയാണ്. സാധാരണ നിലയിൽ ദൈവത്തെ പിടിച്ച് സത്യം ചെയ്താൽ പിന്നെ ആരും അതിനപ്പുറം അന്വേഷിക്കാൻ പോകില്ല. അത് സത്യത്തിലൊരു രക്ഷയാണ്. പക്ഷേ ഇവിടെ ദൈവത്തെയാണ് പ്രതിയാക്കി തീർത്തിരിക്കുന്നത്. ദൈവം സാക്ഷി, ഞാനത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല. ചെയ്ത കാര്യമാണ് ചെയ്തിട്ടില്ല എന്ന് ദൈവത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറയുന്നത്. അപ്പോൾ കള്ളന് കൂട്ടുനിന്ന കള്ളനായി ദൈവത്തെ മാറ്റുക, അല്ലെങ്കിൽ വ്യഭിചാരത്തിന് കൂട്ടുനിന്ന ഒരാളായി ദൈവത്തെ മാറ്റുക, അസത്യത്തിന് കൂട്ടുനിന്ന ഒരാളായി ദൈവത്തെ മാറ്റുക, ദൈവത്തിൻ്റെ നാമം തെറ്റായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ ദൈവനാമം തെറ്റായി വിനിയോഗിക്കപ്പെടുന്നത് ആത്മീയ മേഖലയിലാണ്. വിശുദ്ധരെന്നും ഭക്തരെന്നുമൊക്കെ അഭിമാനിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്നവരാണ് ദൈവനാമം ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത്. അത് വലിയ പാപമാണ്. സത്യത്തിൽ ദൈവം കുരിശേറും മുമ്പ് അപമാനിക്കപ്പെട്ടതിനേക്കാൾ എത്രയോ മടങ്ങാണ് തൻ്റെ സ്വന്തം ആളുകളെന്ന് വിളിച്ചു പറയുന്നവരാൽ അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ദൈവത്തോടുള്ള ബന്ധത്തിൽ പാപത്തിൻ്റെ പട്ടികയെ ചേർത്ത് വെച്ചാൽ മനുഷ്യൻ ചെയ്യുന്ന മറ്റൊരു മാരകമായ പാപമാണ് കർത്താവിന് വേർതിരിക്കപ്പെടേണ്ട ദിവസവും സമയവും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. ദൈവം പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിൽ 7 ദിവസമുണ്ട്, 6 ദിവസവും നീ ജോലി ചെയ്യുക, ഉപജീവന മാർഗം കണ്ടെത്തുക. പക്ഷേ 7-ാം ദിവസം നീ സ്വസ്ഥമായിരിക്കുകയും എന്നെ ആരാധിക്കുകയും ചെയ്യണം. മനുഷ്യൻ എന്താ ചെയ്യുന്നത്? 6 ദിവസവും അധ്വാനിക്കും, ആവശ്യം പോലെ സമ്പാദിക്കും, 7-ാം ദിവസം ഉല്ലസിക്കും. ദൈവസന്നിധിയിലല്ല. അന്ന് മനുഷ്യൻ ഒഴിവ് ദിവസം എന്ന് എണ്ണി അന്ന് തൻ്റെ എല്ലാ ഭൗതിക കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കുകയാണ്. പർച്ചേസിന് വേണ്ടിയോ, പിക്നിക്കിന് വേണ്ടിയോ, ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയോ, അതുമല്ലെങ്കിൽ കിടന്നുറങ്ങി സമയം കളയാൻ വേണ്ടിയോ, മറ്റ് വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടിയോ ആരാധനയെ അലക്ഷ്യമാക്കുന്നൊരു മനുഷ്യൻ സത്യത്തിൽ തന്നെ ഈ നിലനിർത്തുന്ന ദൈവത്തെ മനുഷ്യൻ അങ്ങ് മാറ്റി നിർത്തുകയാണ്. ആഹാരം കൃത്യസമയത്ത് കഴിക്കാതെ ഒരു മനുഷ്യനും ആരോഗ്യം നിലനിർത്താൻ കഴിയില്ല. ദൈവത്തോടുള്ള ബന്ധം നിരന്തരമായി നിലനിർത്താതെ ഒരു മനുഷ്യനും ആത്മീയമായി മുന്നേറാൻ കഴിയില്ല. ഇപ്പോഴൊന്നും അതിൻ്റെ കുഴപ്പമറിയില്ല. ആദ്യകാലത്ത് നല്ല ആരോഗ്യമുള്ളപ്പോൾ, നല്ല ചങ്കൂറ്റമുള്ളപ്പോൾ, നല്ല വരുമാനമുള്ളപ്പോൾ എനിക്ക് ദൈവം വേണ്ട എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഇതൊക്കെ ക്ഷയിക്കുന്നൊരു കാലത്ത് ദൈവത്തെ അന്ന് വിളിച്ച് കൂടെ നിർത്താമെന്ന് നനച്ചാൽ നഷ്ടപ്പെട്ടു പോയ നാളുകൾ തിരിച്ചു കിട്ടില്ല. ഇന്ന് ഒരുപാട് ആളുകൾ ആരാധനയെ അലക്ഷ്യമാക്കുന്നുണ്ട്, കുടുംബാരാധനയെ അലക്ഷ്യമാക്കുന്നുണ്ട്, പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ആവശ്യമില്ലാത്ത സംഗതിയായി മാറ്റുന്നുണ്ട്. മറ്റുള്ള എല്ലാ കാര്യവും ചെയ്തതിന് ശേഷം 1-1.5 മിനിറ്റ് മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട്. ദൈവത്തിന് ജീവിതത്തിൽ എന്ത് ഇടം കൊടുത്തിട്ടുണ്ട്? അതൊരു വലിയ ചോദ്യമാണ്. ഇനിയും ചില ആളുകൾ ദൈവത്തോടുള്ള ബന്ധത്തെ ദൈവത്തിൻ്റെ ശക്തി കുറച്ച് കാണുന്നുണ്ട്. ദൈവം കഴിവുകെട്ടവനാണെന്ന്, ദൈവത്തിന് ചെയ്യാൻ കരുത്തില്ലെന്ന്. അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ കൂടുതൽ ശക്തനായ മറ്റ് ദൈവത്തെ തേടി മനുഷ്യൻ പോകുന്നത്. സത്യത്തിൽ ഈ ദൈവം സർവശക്തനാണ്. ഈ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കും പ്രമാണങ്ങൾക്കും അനുസരിച്ച് നിൽപ്പാൻ, അങ്ങനെ നിന്നിട്ട് ദൈവത്തിൽ നിന്ന് എൻ്റെ ആഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ എനിക്ക് മനസ്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ തൽക്കാലം അശക്തൻ എന്നങ്ങ് വിധിക്കുകയാണ്. എന്നിട്ട് ഞാൻ ശക്തനായ എൻ്റെ ഇംഗിതങ്ങളെല്ലാം വകവെച്ച് തരുന്ന മറ്റൊരു ദൈവത്തെ തേടിപ്പോവുകയാണ്. അങ്ങനെയൊന്നും ഇല്ല സത്യത്തിൽ. പക്ഷെ ഞാൻ സ്വയം സൃഷ്ടിച്ചെടുക്കുകയാണ്. അതുപോലെ വേറെ ചില ആളുകൾ ദൈവസ്നേഹത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. തങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, പ്രിയപ്പെട്ടവർക്ക് രോഗം വരുമ്പോൾ, അകാലത്ത് ഒരു വേർപാട് സംഭവിക്കുമ്പോൾ ദൈവസ്നേഹത്തെ ചോദ്യം ചെയ്യുകയാണ് പല ആളുകളും. ചിലരൊക്കെ ദൈവത്തെ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആളുകൾ എന്താ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? എൻ്റെ ആജ്ഞാനുവർത്തിയായി ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയാതെ തന്നെ അറിഞ്ഞ്
കൃത്യം തെറ്റാതെ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ട എൻ്റെ ആശ്രിതനാണ് ദൈവമെന്ന്. അങ്ങനെയല്ലേ ഇന്ന് ഒരുപാട് പേർക്ക് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? അതുകൊണ്ടല്ലേ ഇംഗിതങ്ങൾ ചിലത് നടക്കാതെ വരുമ്പോൾ, ചില നഷ്ടങ്ങളോ ചില കഷ്ടങ്ങളോ ചില പ്രയാസങ്ങളോ ജീവിതത്തിൽ വരുമ്പോൾ കണ്ണും പൂട്ടി ദൈവത്തെ ചീത്ത വിളിക്കുന്നത്? തൻ്റെ വീട്ടിൽ അടിച്ചു തളിക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ അടിമപ്പണിക്ക് നിൽക്കുന്ന ഒരാളോട് കണ്ണു പൊട്ടും പോലെ ചീത്ത വിളിക്കുന്നത് പോലെ ദൈവത്തെ ചീത്ത വിളിക്കുന്ന മനുഷ്യരെ അച്ഛൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ദൈവം എന്താ? എൻ്റെ നിങ്ങളുടെയും ആശ്രിതനോ? പാദപീഠത്തിലിരുന്ന് പാദം കഴുകി ചുംബിപ്പാൻ മാത്രം താണിറങ്ങി വന്ന മഹോന്നതനാണവൻ. അതുകൊണ്ട് കാൽ കീഴിലിട്ട് ചവിട്ടരുത്. ദൈവത്തിന്റെ എല്ലാ നിലപാടുകൾക്കും ദൈവത്തിന് വ്യക്തമായ കാര്യകാരണങ്ങളും പദ്ധതികളും ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളുമുണ്ട്. തിരിഹിതം എന്താണെന്ന് എനിക്കറിയില്ല. അതെന്തായാലും ഞാനതിന് വിധേയപ്പെടുന്നു എന്ന് പറയാനുള്ള വിധേയത്വവും വിനയവുമാണ് വിശ്വാസിക്ക് വേണ്ടത്. പക്ഷെ ഇന്ന് വിശ്വാസി ഇത് സ്വയം ദൈവമായി പ്രഖ്യാപിച്ച് ദൈവത്തെ ആശ്രിതനായി കണ്ട് ചീത്ത വിളിക്കുന്ന ഒരവസ്ഥ എത്ര വേദനാജനകമാണ്. ഇന്ന് പലപ്പോഴും പല വീടുകളിലും അനർത്ഥങ്ങൾ സംഭവിക്കുമ്പോൾ, അപ്രതീക്ഷിതമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ കേൾക്കേണ്ടി വരുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളാണ് അച്ഛനിപ്പോൾ പറഞ്ഞത്. ദൈവത്തെ വല്ലാതെ കുറ്റപ്പെടുത്തുക, ദൈവത്തിൻ്റെ സ്നേഹത്തെ കരുതലിനെ വെല്ലുവിളിക്കുക, ദൈവദോഷം പറയുക. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ദൈവത്തെ ശത്രു എന്നെണ്ണി, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല, ഇനി ആയുസ്സിൽ ഞാൻ വേദപുസ്തകം കൈകൊണ്ട് തൊടില്ല, ഈ ദൈവവുമായിട്ട് ഇനി എനിക്കൊരു ബന്ധവുമില്ല, എനിക്കിങ്ങനെ ഒരു ദൈവത്തെ വിശ്വാസമില്ല എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ അച്ഛനറിയാം. ആ നിലപാടിൽ ഇപ്പോഴും തുടരുന്നവരുണ്ട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അവർ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നത് പോലും ദൈവത്തെ കുറ്റം വിധിക്കാൻ ആരെങ്കിലും വല്ലതും പറയുന്നുണ്ടോ എന്ന് കേൾക്കാനാണ്. ദൈവമക്കളെ, ഇത് അത്യപാരമായ വേദനയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചാണ് പരിശോധിക്കുന്നത്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ സമയം തീർന്നു. നമുക്ക് അടുത്ത ഭാഗത്തിൽ തുടരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഞങ്ങളുടെ പാപത്തെക്കുറിച്ച് ഓർത്ത് വല്ലാതെ വ്യസനിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വലിയ പാപങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, അതുമൂലം വരുന്ന അനർത്ഥങ്ങളെക്കുറിച്ചാണ് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. സത്യമായിട്ടും കർത്താവേ, അങ്ങയെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പല സാഹചര്യങ്ങളിലും ഞങ്ങൾ നിന്നെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും അവിശ്വസിക്കുകയും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്. പൊറുക്കണം ഞങ്ങളോട്. ദൈവമായ കർത്താവേ, എല്ലാറ്റിലും ഉപരി നിന്നെ സ്നേഹിച്ചും നെഞ്ചോട് ചേർത്ത് ആരാധിച്ചും വിശുദ്ധിയിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ കേട്ട സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണം. പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണം. താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ജീവന്റെ വചനം, ജീവന്റെ വചനം, ജീവന്റെ വചനം.